ബ്രൈറ്റ് അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. എൻ്റെ പേര് ശബരി, ബ്രൈറ്റ് അക്കാഡമിയുടെ ബോട്ടണി ഫാക്കൽറ്റിയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാളെ നടക്കാൻ പോകുന്ന +1 ബോട്ടണി എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. മക്കളെ, നിങ്ങൾ ഈ ക്ലാസ് കാണുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റോ നോട്ട്ബുക്കോ കൂടി എന്തോ ചെയ്യുക, കയ്യിൽ കരുതുക. അപ്പോൾ തുടങ്ങാം. നമ്മൾ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്, തകർക്കാൻ പോവുകയാണ്. ഓക്കെ മക്കളെ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോട്ടണിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. മക്കളെ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം അറിയേണ്ടത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ആദ്യം അറിയേണ്ടത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. മക്കളെ, 2 കിങ്ഡം ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 2 ചോദ്യം വരത്തുള്ളൂ. ഒന്ന്, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത് ആര്? 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വാസ് പ്രൊപ്പോസ്ഡ് ബൈ കാൾ ലിനേസ്. ആരാണ് മക്കളെ? കാൾ ലിനേസ്. മക്കളെ, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അപ്പോൾ എത്ര കിങ്ഡം ആയിട്ട് ഡിവൈഡ് ചെയ്ത്? 2 കിങ്ഡം. ഏതൊക്കെയാണ് ആ 2 കിങ്ഡം? ഒന്ന് കിങ്ഡം പ്ലാന്റ്, 2 കിങ്ഡം അനിമേലിയ. മക്കളെ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത് കാൾ ലിനേസ് ആണ്. 2 കിങ്ഡം ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് കിങ്ഡം പ്ലാന്റ്, 2 കിങ്ഡം അനിമേലിയ. മക്കളെ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ ചോദ്യം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. മക്കളെ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വാസ് പ്രൊപ്പോസ്ഡ് ബൈ R.H. വിറ്റാഗർ. R.H. വിറ്റാഗർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത്. അപ്പോൾ 5 കിങ്ഡം, അപ്പോൾ എത്ര കിങ്ഡം ഉണ്ട്? 5 കിങ്ഡം. പറ. കിങ്ഡം മൊനീറ, കിങ്ഡം പ്രൊട്ടീസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമേലിയ. മക്കളെ, ഉറപ്പിച്ചോ? 1 കിങ്ഡം മൊനീറ, 2 കിങ്ഡം പ്രൊട്ടീസ്റ്റ, 3 കിങ്ഡം ഫഞ്ചൈ, 4 കിങ്ഡം പ്ലാന്റ്, 5 കിങ്ഡം അനിമേലിയ. അപ്പോൾ മക്കളുമാർ പഠിച്ചു കഴിഞ്ഞു. മൊനീറ, പ്രൊട്ടീസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ പഠിച്ചു കഴിഞ്ഞു. സെറ്റ്. 2 മക്കളെ, R.H. വിറ്റാഗർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത് ചില ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ്, ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് R.H. വിറ്റാഗർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത്. മക്കളെ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള ക്രൈറ്റീരിയ എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര മക്കളെ? 5 മറക്കരുത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ R.H. വിറ്റാഗർ പ്രൊപ്പോസ് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് 5 ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ക്രൈറ്റീരിയ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. മറക്കത്തില്ലല്ലോ. അപ്പോൾ 5 കിങ്ഡം 5 ക്രൈറ്റീരിയ. ഏതൊക്കെയാണ് 5 ക്രൈറ്റീരിയ? 1 സെൽ വാൾ, 2 മോഡ് ഓഫ് ന്യൂട്രീഷൻ, 3 മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, 4 എവല്യൂഷണറി റിലേഷൻഷിപ്പ്, 5 താലസ് ഓർഗനൈസേഷൻ. അപ്പം മക്കളുമാരെ, ക്രൈറ്റീരിയ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് ക്രൈറ്റീരിയ? ഏതൊക്കെ അടിസ്ഥാനത്തിലാണ്? അവരുടെ സെൽവാൾ എങ്ങനെയാണ്? സെൽവാളൊക്കെ ഒരേ കണക്കിരിക്കുകയാണെങ്കിൽ സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ച ആൾക്കാരെല്ലാം ഒരു ഗ്രൂപ്പിൽ, അങ്ങനെയൊക്കെയാണ് അവർ ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ക്രൈറ്റീരിയ സെൽവാൾ, 2 മോഡ് ഓഫ് ന്യൂട്രീഷൻ, 3 മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനം എങ്ങനെയാണ് നടക്കുന്നത്, 4 താലസ് ഓർഗനൈസേഷൻ. ഡൗട്ട് വരാം. താലസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ബോഡി അറിയപ്പെടുന്ന പേരാണ് താലസ്. പ്ലാന്റ് ബോഡി എങ്ങനെയാണോ ഇരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തു. 5 ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഫൈലോജനറ്റിക് എന്ന് പറഞ്ഞാൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. അപ്പോൾ പിള്ളേർ 5 ക്രൈറ്റീരിയ മറക്കരുത്. സെൽ സ്ട്രക്ചർ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് ആൻഡ് താലസ് ഓർഗനൈസേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. മക്കളെ, അടുത്തത് ഷേപ്പ് ഓഫ് ബാക്ടീരിയ. മക്കളെ, കിങ്ഡം മൊനീറയാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമുക്ക് ആദ്യം പഠിക്കണം. കിങ്ഡം മൊനീറയിൽ ആരാ ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയ. ആരാ ഉൾപ്പെടുന്നത്? ബാക്ടീരിയ. മക്കളെ, ബാക്ടീരിയയ്ക്ക് പ്രധാനമായിട്ടും 4 ഷേപ്പ് ഉണ്ട്. റൗണ്ട് ഷേപ്പ്, റോഡ് ഷേപ്പ്, കോമ ഷേപ്പ്, സ്പൈറൽ ഷേപ്പ്. പരീക്ഷയ്ക്ക് ചോദിക്കും റൗണ്ട് ഷേപ്പ്ഡ് ബാക്ടീരിയ ഏതാണ്? റൗണ്ട് ഷേപ്പ്ഡ് ബാക്ടീരിയ ആണ് കോക്കസ്. മക്കളെ, റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയ ഏതാണ്? റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയ ആണ് ബാസിലസ്. സ്പൈറൽ ഷേപ്പ്ഡ് ബാക്ടീരിയ ഏതാണ്? സ്പൈറില്ലം. കോമ ഷേപ്പ്ഡ് ബാക്ടീരിയ ഏതാണ്? വിബ്രിയം. അപ്പോൾ റൗണ്ട് ഷേപ്പ്ഡ് ബാക്ടീരിയ കോക്കസ്, റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയ ബാസിലസ്, സ്പൈറൽ ഷേപ്പ്ഡ് ബാക്ടീരിയ സ്പൈറിലം ആൻഡ് കോമ ഷേപ്പ്ഡ് ബാക്ടീരിയ വിബ്രിയം. അപ്പോൾ ബാക്ടീരിയയ്ക്ക് പ്രധാനമായിട്ട് 4 ഷേപ്പ് ഉണ്ട്.
റൗണ്ട്, റോഡ്, കോമ, സ്പൈറൽ. റൗണ്ട് ഷേപ്പ്ഡ് ബാക്ടീരിയ കോക്കസ്, റോഡ് ഷേപ്പ്ഡ് ബാസിലസ്, കോമ ഷേപ്പ്ഡ് വിബ്രിയം, സ്പൈറൽ ഷേപ്പ്ഡ് സ്പൈറൽ. അടുത്ത മക്കളെ, കിങ്ഡം മൊനീറെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ആർക്കി ബാക്ടീരിയ എന്നും രണ്ട് യു ബാക്ടീരിയ. മക്കളെ, ആർക്കി ബാക്ടീരിയയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആർക്കി ബാക്ടീരിയയുടെ ക്ലാസ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് തെർമോ അസിഡോഫൈൽസ്. എന്തോ തെർമോ അസിഡോഫൈൽ? തെർമോ ടെമ്പറേച്ചർ, അസിഡോ അസിഡിറ്റി. ഹൈ ടെമ്പറേച്ചറിലും ഹൈ അസിഡിറ്റിയിലും ജീവിക്കുന്ന ബാക്ടീരിയ ഏതാ? തെർമോ അസിഡോഫൈൽസ്. അല്ലെങ്കിൽ മറ്റൊരു പേര് പറയാൻ രണ്ടും കൂടെ ചേർത്ത് ഹാർഷ് ഹാബിറ്റാറ്റിൽ ജീവിക്കുന്ന ബാക്ടീരിയ അറിയപ്പെടുന്ന പേരാണ് ആർക്കി ബാക്ടീരിയ. മക്കളെ, ഹാലോഫൈൽസ് രണ്ട് സാൾട്ടി ഏരിയാസിൽ ജീവിക്കുന്ന ബാക്ടീരിയ അറിയപ്പെടുന്ന പേരാണ് ഹാലോഫൈൽസ്. പിള്ളേരെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ മെത്തനോജൻസ്. M4 മാർഷി ഏരിയാസ്, ചതുപ്പ് സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ബാക്ടീരിയ അറിയപ്പെടുന്ന പേരാണ് മെത്തനോജൻസ്. അപ്പോൾ ആർക്കി ബാക്ടീരിയ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. തെർമോസിഡോഫൈൽസ്, ഹാലോഫൈൽസ്, മെത്തനോജൻസ്. തെർമോസിഡോഫൈൽസ്, ഹാലോഫൈൽസ്, മെത്തനോജൻസ്. ഹാർഷി ഹാബിറ്റാറ്റ് തെർമോസിഡോഫൈൽസ്, സാൾട്ടി ഏരിയാസ് ഹാലോഫൈൽസ്, മാർഷി ഏരിയാസ് മെത്തനോജൻസ്. ഈ മെത്തനോജൻസ് ചില ആനിമൽസിൻ്റെ, ചില റുമിനൻ്റ് ആനിമൽസിൻ്റെ ഗട്ടിലും കാണപ്പെടുന്നുണ്ട്, കൗ ബഫല്ലോ പോലെയുള്ള. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഡങ്ങിൽ മാര് കാണും, ഈ മെത്തനജൻ കാണും. നിങ്ങൾക്കറിയാം, കൗ ഡങ്ങിൽ നിന്നൊക്കെ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പം ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മെത്തനജൻ. തീർന്നു ആർക്കി ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ. തെർമോസിഡോഫൈൽസ്, ഹാലോഫൈൽസ്, മെത്തനജൻസ്. മക്കളെ, അടുത്തത് മൊനീറയുടെ അടുത്ത ക്ലാസിഫിക്കേഷൻ സയാനോ ബാക്ടീരിയ. സയാനോ ബാക്ടീരിയ എന്താണ്? സയാനോ ബാക്ടീരിയ അതിൻ്റെ ഒരു ഫിഗറുണ്ട്, അതിന് രണ്ട് എക്സാമ്പിൾ ഉണ്ട്, നോസ്റ്റോക്ക്, അനബിന്. അപ്പോൾ എന്താണ് സയാനോ ബാക്ടീരിയ? മക്കളെ, സയാനോ ബാക്ടീരിയ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗി. സയാനോ ബാക്ടീരിയ കവർ ചെയ്ത് ജെല്ല് കണക്കുള്ള ഷീത്ത് കാണും, ലെയർ. വിളിക്കുന്ന പേര് ജെലാറ്റിനസ് ഷീത്ത്. അപ്പോൾ ജെല്ല് കണക്കുള്ള ഷീത്ത് ജെലാറ്റിനസ് ഷീത്ത്. ഇനി അതുകൂടാതെ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ കഴിവുള്ള പ്രത്യേക തരത്തിലുള്ള സെല്ലുകൾ കാണും, ചോദിക്കും. അതിൻ്റെ പേരാണ് ഹെട്രോസിസ്റ്റ്. അപ്പോൾ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ കഴിവുള്ള പ്രത്യേക തരത്തിലുള്ള സെൽ ഹെട്രോസിസ്റ്റ്, ജെല്ല് കണക്കുള്ള ലെയർ ജെലാറ്റിനസ് ഷീത്ത്. കഴിഞ്ഞു സയാനോ ബാക്ടീരിയ. അതിൻ്റെ കൂടെ തന്നെ ആ ഗ്രൂപ്പിൽ തന്നെ വരുന്നതാണ് യു ബാക്ടീരിയയെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്, സയാനോ ബാക്ടീരിയ എന്നും മൈക്കോപ്ലാസ്മ എന്നും. എന്താണ് മൈക്കോപ്ലാസ്മ? മക്കളെ, കുഞ്ഞു സെല്ലുള്ള ഓർഗാനിസമാണ് മൈക്കോപ്ലാസ്മ. ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാതെയും സർവൈവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ദേ ലാക്ക് സെൽവാൾ. അവർക്ക് എന്തില്ല മക്കളെ? സെൽവാളില്ല. അപ്പോൾ മൈക്കോപ്ലാസ്മയും കൂടെ മക്കളുമാരൊന്ന് നോക്കിയേക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ സയാനോ ബാക്ടീരിയയുടെ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് പ്രത്യേക തരത്തിലുള്ള നൈട്രജൻ ഫിക്സ് ചെയ്യാൻ കഴിവുള്ള സെല്ലുണ്ട്, വിളിക്കുന്ന പേര് ഹെട്രോസിസ്റ്റ്. മക്കളെ, അടുത്തതാണ് കിങ്ഡം മൊനീറ കഴിഞ്ഞു, അടുത്തത് കിങ്ഡം പ്രൊട്ടിസ്റ്റ. കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഡയാറ്റംസ് ആൻഡ് ഡയറ്റോമേഷ്യസ് എർത്ത് ആൻഡ് റെട്ടൈഡ്സ്. മക്കളെ, കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ വരുന്നതാണ്. കിങ്ഡം പ്രൊട്ടിസ്റ്റയെ നമുക്ക് അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യാം. ക്രൈസോഫൈറ്റ്, ഡയനോഫ്ലജല്ലേറ്റ്, യുഗ്ലിനോയിഡ്സ്, സ്ലൈം മൗൾഡ്, പ്രൊട്ടോസോവൻ. ഏതൊക്കെയാണ്? ക്രൈസോഫൈറ്റ്, ഡയനോഫ്ലജല്ലേറ്റ്, യുഗ്ലിനോയിഡ്സ്, സ്ലൈം മൗൾഡ്സ്, പ്രൊട്ടോസോവൻ. മക്കളെ, അതിനകത്ത് ക്രൈസോഫൈറ്റ് വരുന്നതാണ് ഡയാറ്റംസ്. എന്താണ് ഡയാറ്റംസ്? ഡയാറ്റംസ് സെൽവാൾ ഈസ് മേഡപ്പ് ഓഫ് സിലിക്ക. മക്കളെ, ഡയാറ്റംസിൻ്റെ സെൽവാൾ നിർമ്മിച്ചിരിക്കുന്ന സിലിക്ക കൊണ്ടാണ്. ഇവർ ഡെഡായി കഴിഞ്ഞാലും ഈ സിലിക്ക നല്ല ഇൻഡിസ്ട്രക്റ്റിബിൾ ആണ്, നല്ല കട്ടി കൂടുതലാണ്. അപ്പോൾ ഈ സിലിക്ക ഒരിക്കലും ഡീകമ്പോസ് ചെയ്യത്തില്ല. സിലിക്ക എന്തോ ചെയ്യുന്നു? ഈ വെള്ളത്തിനടിയിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദ ഡെപ്പോസിഷൻ ഓഫ് സിലിക്ക ഓഫ് ബില്യൺസ് ഓഫ് ഇയേഴ്സ് റെഫേർഡ് ആസ് ഡയറ്റോമിയേഷ്യസ് എർത്ത്. അപ്പോൾ ഡയറ്റോമിയേഷ്യസ് എർത്ത് ആണെന്താണെന്ന് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചതാണ്. സിലിക്കയുടെ ബില്യൺസ് ഓഫ് ഇയേഴ്സിൽ നടക്കുന്ന ഡെപ്പോസിഷനെ അറിയപ്പെടുന്ന പേരാണ് ഡയറ്റോമിയേഷ്യസ് എർത്ത്. മക്കളെ, ഡയറ്റോമിയേഷ്യസ് എർത്ത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. വാട്ട് ആർ ദ യൂസസ് ഓഫ് ഡയറ്റോമിയേഷ്യസ് എർത്ത്? പോളിഷിംഗ് ആൻഡ് ഫിൽട്രേഷൻ ഓഫ് ഓയിൽ ആൻഡ് സിറപ്പ്. പോളിഷിംഗ് ആൻഡ് ഫിൽട്രേഷൻ ഓഫ് ഓയിൽ ആൻഡ് സിറപ്പ്. അതുകൊണ്ട് ഡയാറ്റംസിനെ അറിയപ്പെടുന്ന പേരാണ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷ്യൻ. അതുകൊണ്ട് അറിയപ്പെടുന്ന പേര്
ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷ്യൻ. മക്കളെ അടുത്തതാണ് ഡയനോഫ്ലജലേറ്റ്. എന്താണ് ഡയനോഫ്ലജലേറ്റ്? പിഗ്മെൻറ്റ് കാണപ്പെടുന്നതാണ് ഡയനോഫ്ലജലേറ്റ്. മക്കളെ റെഡ് പിഗ്മെൻ്റ് ഉള്ള ഡയനോഫ്ലജലേറ്റിനെ അറിയപ്പെടുന്ന പേരാണ് റെഡ് ഡയനോഫ്ലജലേറ്റ്. ഈ റെഡ് ഡയനോഫ്ലജലേറ്റ് കടലിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഭാഗം, കടലിൻ്റെ ഭാഗം റെഡ് കളറിൽ കാണപ്പെടും. വിളിക്കുന്ന പേരാണ് റെഡ് ടൈഡ്സ്. അപ്പോൾ കടൽ റെഡ് കളറിലാവുകയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് റെഡ് ടൈഡ്സ്. ഒരു എക്സാമ്പിൾ ഉണ്ട് മക്കളെ, ഗോണി അലക്സ്. അപ്പോൾ അലക്സിൻ്റെ കളർ റെഡ്, മറക്കൂ, റെഡ് ടൈഡ്സ്. മക്കളെ അടുത്തതാണ് പ്രോട്ടോസോവ. സ്ലൈം മൗൾഡും യുഗ്ലിനോയിഡ്സും ഒന്ന് വായിച്ചു വിട്ടേക്കണം. അതിൻ്റെ സൈഡിൽ 4 ഫിഗർ കിടപ്പുണ്ട്, അത് നോക്കിയേക്കണം. ഫിഗർ തന്നിട്ട് ഇതെന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, നോക്കിക്കോണം. ഇനി പ്രോട്ടോസോവൻ. മക്കളെ പ്രോട്ടോസോവനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അമീബോയിഡ് പ്രോട്ടോസോവൻ. അപ്പോൾ എക്സാമ്പിൾ എന്തുവാന്ന് നിങ്ങൾക്കറിയാം, അമീബ. അമീബയ്ക്ക് ഒരു ഓർഗൻ ഉണ്ടറിയാം, സ്യൂഡോപോഡിയ. അപ്പോൾ അവർ മൂവ് ചെയ്യുന്നതും ഫുഡ് ക്യാപ്ചർ ചെയ്യുന്നതും എന്തുപയോഗിച്ചാൽ? സ്യൂഡോപോഡിയ ഉപയോഗിച്ചാൽ. അപ്പോൾ അമീബോയിഡ് പ്രോട്ടോസോവൻ എക്സാമ്പിൾ അമീബ, എൻഡമീബ. ഓർഗൻ സ്യൂഡോപോഡിയ. മക്കളെ രണ്ടാമത്തത് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ. അപ്പോൾ ഫ്ലജല്ല ഉള്ളതാണ് ഏത്? ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ. എക്സാമ്പിൾ ട്രിപ്പനോസോമ. മക്കളെ മൂന്നാമത്താണ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. സീലിയ ഉള്ളത് സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. എക്സാമ്പിൾ പാരമീസിയം. മക്കളെ നാലാമത്തെയാണ് സ്പോറോസോവൻ. അവരുടെ ലൈഫ് സൈക്കിളിൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സ്പോർ സ്റ്റേജ് ഉണ്ടെങ്കിൽ വിളിക്കുന്ന പേരാണ് സ്പോറോസോവൻ. ഇൻഫെക്ഷ്യസ് രോഗം ഉണ്ടാക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മലേറിയ. മലേറിയ ഉണ്ടാക്കുന്ന സ്പോറോസോവൻ, പ്രോട്ടോസോവനാണ് ഇത് പ്ലാസ്മോഡിയം. അപ്പം പ്രോട്ടോസോവനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 അമീബോയിഡ്, എക്സാമ്പിൾ അമീബ. 2 ഫ്ലജല്ലേറ്റഡ്, എക്സാമ്പിൾ ട്രിപ്പനോസോമ. 3 സീലിയേറ്റഡ്, എക്സാമ്പിൾ പാരമീസിയം. 4 സ്പോറോസോവൻ, എക്സാമ്പിൾ പ്ലാസ്മോഡിയം. മക്കളെ അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫഞ്ചൈ. മക്കളെ ഫഞ്ചൈയുടെ ക്ലാസിഫിക്കേഷൻ, കിങ്ഡം ഫഞ്ചൈ. ആസ്കോമൈസീഡ്സ്, ബെസിഡിയോമൈസീഡ്സ്, പൈക്കോമൈസീഡ്സ്, ഡ്യൂറ്റീരിയോമൈസീഡ്സ്. അപ്പം ഫഞ്ചൈയെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പൈക്കോമൈസീഡ്സ്, ആസ്കോമൈസീഡ്സ്, ബെസിഡിയോമൈസീഡ്സ്, ഡ്യൂറ്റീരിയോമൈസീഡ്. അതിനകത്ത് ചോദിക്കും എന്താണ് സാക്ക് ഫഞ്ചൈ? സാക്ക് ഫഞ്ചൈ എന്ന് പറഞ്ഞാൽ ആസ്കോമൈസീഡ്സ്. ഏതാണ് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ? അതാണ് ഡ്യൂറ്റീരിയോമൈസീഡ്സ്. മക്കളെ ഒന്നാമത്തെ ഗ്രൂപ്പിനും രണ്ടാമത്തെ ഗ്രൂപ്പിനും, ഒന്നാമത്തെ ഗ്രൂപ്പിനും മൂന്നാമത്തെ ഗ്രൂപ്പിനും നാലാമത്തെ ഗ്രൂപ്പിനും 3 എക്സാമ്പിൾ വീതം പഠിക്കാനുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പിന് 7 എക്സാമ്പിൾ പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ഫഞ്ചൈയുടെ എക്സാമ്പിൾ കൂടി പഠിച്ചു വേണം പോകാൻ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ മക്കളെ? അഗാരിക്കസ് എന്താണ്? മഷ്റൂമാണ് അഗാരിക്കസ്, പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ എക്സാമ്പിൾ സഹിതം പഠിച്ചു വേണം പോകാൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഫഞ്ചൈയുടെ 4 ക്ലാസിഫിക്കേഷൻ പേര് പഠിക്കണം, ഫഞ്ചൈയുടെ എക്സാമ്പിൾ പഠിക്കണം, അവരെ അറിയപ്പെടുന്ന പേരൊക്കെ എന്താണ് പഠിക്കണം, അല്ലാതെ വാരി വലിച്ച് പഠിക്കണ്ട. ഓക്കെ ആണല്ലോ പിള്ളേരെ? അടുത്തതാണ് വൈറസ്, വൈറോയിഡ്, ലൈക്കൺ, പ്രയോൺസ്. ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. എന്താണ് വൈറസ്, എന്താണ് വൈറോയിഡ്? രണ്ടും ആദ്യം പഠിക്കാം മക്കളെ. വൈറസിനേക്കാളും ചെറുതാണ് വൈറോയിഡ്. വൈറസിനേക്കാളും ചെറുത് വൈറോയിഡ്. വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ DNA ആവാം, RNA ആവാം. പക്ഷേ വൈറോയിഡിൻ്റെത് RNA. വൈറസ് കണ്ടെത്തിയത് ഇവാനോസ്കി, എന്നാൽ വൈറോയിഡ് കണ്ടെത്തിയത് ഡൈനർ. വൈറോയിഡിൻ്റെ RNAക്ക് ലോ മോളിക്കുലാർ വെയിറ്റാണ്, ഇവിടെ എന്താ ഹൈ മോളിക്കുലാർ വെയിറ്റ്. വൈറോയിഡ് ഉണ്ടാക്കുന്ന അസുഖത്തിൻ്റെ പേര് പൊട്ടറ്റോ സ്പിൻഡിൽ ഡിസീസ്. എന്നാൽ വൈറസ് ഉണ്ടാക്കുന്ന അസുഖങ്ങൾക്ക് എക്സാമ്പിൾ നിങ്ങൾ 10th പഠിച്ചു, എയ്ഡ്സ്. അപ്പോൾ എന്തോ വൈറസിനേക്കാളും ചെറുത് വൈറോയിഡ്. വൈറോയിഡിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ RNA, വൈറസിൻ്റെ RNA ആവാം, DNA. വൈറസ് കണ്ടെത്തിയത് ഇവാനോസ്കി, വൈറോയിഡ് കണ്ടെത്തിയത് ഡൈനർ. ക്ലിയർ ആണേ? ഇവിടെ ലോ മോളിക്കുലാർ വെയിറ്റ്, ഇവിടെ എന്താ ഹൈ മോളിക്കുലാർ വെയിറ്റ്. വൈറോയിഡ് ഉണ്ടാക്കുന്ന എക്സാമ്പിൾ, വൈറോയിഡ് ഉണ്ടാക്കുന്ന അസുഖത്തിന് എക്സാമ്പിൾ ഏതാണ്? പൊട്ടറ്റോ സ്പിൻഡിൽ ഡിസീസ്. ഇപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ വൈറസ് ആൻഡ് വൈറോയിഡ് നോക്കിക്കൊണ്ട് പോണേ മക്കളെ. അടുത്തതാണ് മൈക്കോറൈസൈൻ, ലൈക്കൺ. ആൽഗയും ഫഞ്ചൈ ആയിട്ടുള്ള അസോസിയേഷനെ വിളിക്കുന്ന പേരാണ് ലൈക്കൺ. ആൽഗയ്ക്ക് ഫഞ്ചൈയോട് ഭയങ്കര ലൈക്കാണ്, ഇഷ്ടമാണ്, വിളിക്കുന്ന പേര് ലൈക്കൺ. പരീക്ഷയ്ക്ക് നോക്കിയാൽ ആൽഗയുടെ കമ്പോണൻ്റ് എന്താണ്? പൈക്കോബയോൺ. ഫംഗസിൻ്റെ പാർട്ട്ണറിനെ, ഫംഗസ് എന്ന് പറയുന്ന പാർട്ട്ണറിനെ അറിയപ്പെടുന്ന പേര് മൈക്കോബയോൺ.
അപ്പോൾ ആൽഗയും ഫഞ്ചയും ഭയങ്കര ലൈക്കാ, വിളിക്കുന്ന പേര് ലൈക്കൺ. ഇനി ഫഞ്ചയും ഹയർ പ്ലാന്റ്സിൻ്റെ റൂട്ടുമായിട്ട് അസോസിയേഷൻ ഉണ്ട്, വിളിക്കുന്ന പേരാണ് മൈക്കോറൈസേ. അപ്പോൾ ഫഞ്ചയും റൂട്ടുമായിട്ടുള്ള അസോസിയേഷൻ മൈക്കോറൈസേ, ആൽഗയും ഫഞ്ചയായിട്ടുള്ളത് ലൈക്കൺ. ഇനി ഇൻഫോൾഡഡ് ആയിട്ടുള്ള പ്രോട്ടീനെ അറിയപ്പെടുന്ന പേരാണ് പ്രയോൺസ്. ചോദിച്ചു മാഡ് കൗ ഡിസീസ് ഉണ്ടാക്കുന്ന ആരാണ്? പ്രയോൺസ് ഉണ്ടാക്കുന്ന ഒരു അസുഖത്തിന് എക്സാമ്പിളാണ് മാഡ് കൗ ഡിസീസ്. ഒരെണ്ണം കൂടെ ഉണ്ട്, CJD ഡിസീസ്. നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ ബ്രെയിനിൽ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസാണ് CJD ഡിസീസ്. പിന്നെ ചോദിച്ചു എന്താണ് ബാക്ടീരിയോഫേജ്? വൈറസ് ദാറ്റ് അറ്റാക്ക് ബാക്ടീരിയ. ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്ന വൈറസിനെ അറിയപ്പെടുന്ന പേരാണ് ബാക്ടീരിയോഫേജ്. മക്കളെ തീർന്നു. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനകത്ത് ഒരു മാർക്ക് പോലും പോകണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ഷേപ്പ് ഓഫ് ബാക്ടീരിയ, ആർക്കിബാക്ടീരിയ ക്ലാസിഫിക്കേഷൻ, യു ബാക്ടീരിയ മൈക്കോപ്ലാസ്മ, കിങ്ഡം പ്രൊട്ടീസ്റ്റയ്ക്ക് ക്ലാസിഫിക്കേഷൻ, ഡയറ്റോമേഷ്യസ് എർത്ത് യൂസസ്, റെപ്റ്റൈഡ്സ് ആൻഡ് their എക്സാമ്പിൾ, പ്രോട്ടോസോവൻ വിത്ത് എക്സാമ്പിൾ, അമീബോയിഡ്, ഫ്ലജലേറ്റഡ്, സീലിയേറ്റഡ് ആൻഡ് സ്പോറോസോവൻ, ഫഞ്ചൈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫഞ്ചൈ 4 ക്ലാസിഫിക്കേഷൻ്റെ പേര്. സാക്ക് ഫഞ്ചൈ എന്നറിയപ്പെടുന്ന ഏതാണ്? ഇംപെർഫെക്റ്റ് ഫഞ്ചൈ എന്നറിയപ്പെടുന്ന ഏതാണ്? എക്സാമ്പിൾ. എന്താണ് വൈറസ്, എന്താണ് വൈറോയിഡ്? വൈറസിനേക്കാളും ചെറുത് വൈറോയിഡ്. പഠിപ്പിച്ചു വന്നു, നോക്കിക്കോണം. സിംബയോട്ടിക് അസോസിയേഷൻ 2 എക്സാമ്പിൾ, മൈക്കോറൈസയും ലൈക്കണും. ആൽഗയ്ക്ക് ഭയങ്കര ലൈക്കൺ. ഓക്കെ ആണല്ലോ. ഫഞ്ചയും റൂട്ടുമായിട്ടുള്ളത് മൈക്കോറൈസേ. എന്താണ് പ്രയോൺസ്? ഇൻഫോൾഡഡ് ആയിട്ടുള്ള പ്രോട്ടീനുകളെ അറിയപ്പെടുന്ന പേര് പ്രയോൺസ്. പ്രയോൺസ് ഉണ്ടാക്കുന്ന അസുഖം 2 CJDയും മാഡ് കൗ. കഴിഞ്ഞു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. മക്കളെ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ആണ് പ്ലാന്റ് കിങ്ഡം. ശ്രദ്ധിച്ചോ മക്കളെ, പ്ലാന്റ് കിങ്ഡത്തിൽ ആദ്യം അറിയേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ. മക്കളെ ആൽഗെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ. നിങ്ങൾ ടെക്സ്റ്റുമായിട്ടായിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു കോളമുണ്ട്, അതെടുത്ത് വെച്ച് നോക്കുക. അവിടെ ഒരു കോളത്തിനകത്ത് ഡിവിഷൻ കാണിച്ചപ്പോൾ ഉണ്ട്, ക്ലാസിഫിക്കേഷൻ കാണിച്ചപ്പോൾ ഉണ്ട്. ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ. കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേര് ക്ലോറോഫൈസിയെ ഗ്രീൻ ആൽഗെ, ഫിയോഫൈസിയെ ബ്രൗൺ ആൽഗെ, റോഡോഫൈസിയെ R4 റെഡ് ആൽഗെ. ഇനി ക്ലോറോഫൈസിക്കകത്ത് പ്രധാനപ്പെട്ട പിഗ്മെൻറ്റ് ക്ലോറോഫിൽ Aയും Bയും, ഫിയോഫൈസിക്കകത്ത് Aയും Cയും, റോഡോഫൈസിക്കകത്ത് Aയും Dയും. ഇനി 1 മാർക്ക് ചോദ്യം നിങ്ങൾക്ക് വരുന്നതാണ്, ഫുഡ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ക്ലോറോഫൈസിക്കകത്ത് സ്റ്റാർച്ച്, ഫിയോഫൈസിക്കകത്ത് മാനിറ്റോൾ ആൻഡ് ലാമിനാരിൻ, റോഡോഫൈസിക്കകത്ത് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഓക്കെ ആണല്ലോ. ഇനി ക്ലോറോഫൈസിക്കകത്ത് സെൽവാൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ട്, ഫിയോഫൈസിക്കകത്ത് സെല്ലുലോസും ആൽജിനും, റോഡോഫൈസിക്കകത്ത് സെല്ലുലോസും പെക്റ്റിനും. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ. വെരി സിമ്പിൾ, ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ, റെഡ് ആൽഗെ. ക്ലോറോഫിൽ Aയും Bയും, Aയും Cയും, Aയും Dയും. സ്റ്റാർച്ച് മാനിറ്റോൾ ആൻഡ് ലാമിനാരിൻ, ഫ്ലോറിഡിയൻ സ്റ്റാർ. സെല്ലുലോസ്, സെല്ലുലോസ് ആൽജിൻ, സെല്ലുലോസ് പെക്റ്റിൻ. ഇത്രയേ ഉള്ളൂ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ. മക്കളെ ഇനി അടുത്തത് ആൽഗയുടെ എക്സാമ്പിൾ. ക്ലോറോഫൈസിക്ക് 5 എക്സാമ്പിൾ ഉണ്ട്, ഫിയോഫൈസിക്ക് 5 എക്സാമ്പിൾ ഉണ്ട്, റോഡോഫൈസിക്ക് 4 എക്സാമ്പിൾ ഉണ്ട്. മൊത്തം 14 എക്സാമ്പിൾ നിങ്ങൾ ആൽഗയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം. ആ 14 എക്സാമ്പിൾ പഠിച്ചിട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് പോകാവൂ. അടുത്തത് എക്കണോമിക് ഇമ്പോർട്ടൻസ്. നിങ്ങളുടെ ഓണം എക്സാമിനേഷന് ചോദിച്ചത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രയോഫൈറ്റ് ആയിരുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ. ആൽഗെ എന്താ മക്കളെ? ആൽഗെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ മിക്കതും നടത്തുന്നത് ആൽഗയാണ്. ഹാഫ് ഓഫ് ദി കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ആൽഗെ. ഇറ്റ് ഇൻക്രീസസ് ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടന്റ്. ഇപ്പോൾ 2 കാര്യം ഓർക്കുക, കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജൻ. 70 സ്പീഷീസ് ഓഫ് ദി മറൈൻ ആൽഗെ യൂസ് ആസ് ഫുഡ്. ആൽഗെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ഫുഡ്. ഇനി സ്പേസ് ട്രാവലേഴ്സ് യൂസ്ഡ് പ്രോട്ടീൻ റിച്ച് ആൽഗെ ലൈക്ക് ക്ലോറല്ല ആൻഡ് സ്പൈറലിന. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ഫുഡ്, സ്പേസ് ട്രാവലേഴ്സും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ആ പ്രോട്ടീൻ റിച്ച് ഫുഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതും എന്താണ്? ആൽഗയാണ്. അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ജെല്ലി ആൻഡ് ഐസ്ക്രീം. ഐസ്ക്രീമിൻ്റെയും ജെല്ലിയുടെയൊക്കെ പ്രിപ്പറേഷന് നമ്മൾ ആൽഗെ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. 6ാമത്തത് ഹൈഡ്രോകൊളോയിഡായിട്ട്
വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് ആൽഗയുടെ ചില സെക്രീഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് 6 പഠിച്ചുകൊണ്ട് വേണം പോകാൻ. കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ, ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടന്റ്, യൂസ്ഡ് ആസ് ഫുഡ് ബൈ സ്പേസ് ട്രാവലേഴ്സ്, പ്രിപ്പറേഷൻ ഓഫ് ഐസ്ക്രീം ആൻഡ് ജെല്ലി, ആൻഡ് ലാസ്റ്റ് ഇറ്റ് ഇൻക്രീസസ് മൈക്രോബിയൽ ഗ്രോത്ത് ആൻഡ് ഇറ്റ് ആക്ട് ആസ് എ വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ്. മക്കളെ, രണ്ടാമത്തെ ചോദ്യം 1 മാർക്ക് ചോദ്യം. വൈ ബ്രയോഫൈറ്റ് ഈസ് നോൺ ആസ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം? എന്തുകൊണ്ടാണ് ബ്രയോഫൈറ്റിനെ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നറിയപ്പെടുന്നത്? മക്കളെ, ബിക്കോസ് ദേ നീഡ് വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ ഓർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ അവർക്ക് വാട്ടർ അത്യാവശ്യമാണ്. അതുകൊണ്ട് ബ്രയോഫൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രൂപ്പിനെ അറിയപ്പെടുന്ന പേരാണ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാം, വൈ ബ്രയോഫൈറ്റ് ഈസ് നോൺ ആസ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം? ബിക്കോസ് ദേ നീഡ് വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ ഓർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. മക്കളെ, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം എക്സാമ്പിൾസ് ഓഫ് ബ്രയോഫൈറ്റ്, എക്സാമ്പിൾസ്, എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രയോഫൈറ്റ്. എക്സാമ്പിൾ നിങ്ങൾ മോസസിനകത്തും ലൈക്കണകത്തും പഠിക്കും, മോസസിനകത്തും. അപ്പം എന്താണ് എക്കണോമിക് ഇമ്പോർട്ടൻസ്? മക്കളെ, ഈ ബ്രയോഫൈറ്റിനെ 2 ക്ലാസിഫൈ ചെയ്യാം, ലിവർവേർഡ്സ് എന്നും മോസസ് എന്നും. അപ്പോൾ ബ്രയോഫൈറ്റ്സിനെ 2 ക്ലാസിഫൈ ചെയ്യാം, ലിവർവേർഡ്സ് എന്നും മോസസ് എന്നും. ലോവർ ബ്രയോഫൈറ്റിനെ അറിയപ്പെടുന്ന പേര് ലിവർവേർഡ്സ്. ഹയർ ബ്രയോഫൈറ്റിനെ അറിയപ്പെടുന്ന പേരാണ് മോസസ്. മോസസിന് 2 അഡീഷണൽ സ്റ്റേജ് കൂടെ ഉണ്ട്, പ്രോട്ടോണിമ സ്റ്റേജ് എന്നും ലീഫി സ്റ്റേജ്. അപ്പോൾ അവരുടെ ലൈഫ് സൈക്കിളിൽ 2 നോർമൽ ബ്രയോഫൈറ്റ് കൂടാതെ 2 അഡീഷണൽ സ്റ്റേജ് കൂടെ കാണും. ഒന്ന് പ്രോട്ടോണിമ സ്റ്റേജ്, 2 ലീഫി സ്റ്റേജ്. അപ്പോൾ നോക്കിയേ മക്കളെ, എന്താണ് എക്കണോമിക് ഇമ്പോർട്ടൻസ്? മക്കളെ, മോസസ് പ്രൊവൈഡ് ഫുഡ്. മോസസ് എന്തായിട്ട്, മോസസ് എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ഫുഡ് എന്തോ ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഇനി ഇത് ഹെൽപ്സ് ഇൻ ഡീകമ്പോസിഷൻ ഓഫ് റോക്ക്. റോക്കൊക്കെ ഡീകമ്പോസ് ചെയ്ത് സോയിലായിട്ട് മാറ്റുന്നത് ആരാണ്? ഈ മോസസ് ആണ്. അപ്പം എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രയോഫൈറ്റ് 2 എന്തുവാ, ഡീകമ്പോസിഷൻ. ആദ്യം എന്തുവാ, ഫുഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫുഡ്, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഡീകമ്പോസിഷൻ. ഇനി സ്പാക്നം എന്ന് പറയുന്ന ബ്രയോഫൈറ്റ്, ഇത് കൺസിസ്റ്റ് ഓഫ് പീറ്റ്. അപ്പോൾ സ്പാക്നം എന്ന് പറയുന്ന പ്ലാന്റിൽ എന്തുണ്ട് മക്കളെ, പീറ്റ് ഉണ്ട്. ആ പീറ്റ് എന്തായിട്ട് ഉപയോഗിക്കുന്നു മക്കളെ, ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ചില പ്ലാന്റ് ഡെൻസ് മാറ്റായിട്ട് കാണപ്പെടുന്നു. ഡെൻസ് മാറ്റായിട്ട് കാണപ്പെടുന്നത് കൊണ്ട്, സോയിലിൽ ഡെൻസ് മാറ്റായിട്ട് ഇത് കാണപ്പെടുന്നത് കൊണ്ട് സോയിൽ ഇറോഷൻ ഈ കുഞ്ഞു ചെടികൾ എന്തോ ചെയ്യുന്നു, തടയുന്നു. അപ്പം 4 എണ്ണമെങ്കിലും അറിഞ്ഞിരിക്കുക: ഡീകമ്പോസിഷൻ, പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ, യൂസ്ഡ് ആസ് ഫുഡ്, പീറ്റ് യൂസ്ഡ് ആസ് ഫ്യൂവൽ. അപ്പോൾ ഫുഡ്, ഫ്യൂവല്, മറ്റ് 2 എണ്ണം. ഈ 4 എണ്ണം കൂടെ പഠിക്കുക. എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രയോഫൈറ്റ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ മക്കളെ. അടുത്തതാണ് ടെറിഡോഫൈറ്റ്. ടെറിഡോഫൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, ടെറിഡോഫൈറ്റിൻ്റെ ഗമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി അറിയപ്പെടുന്ന പേരെന്താണ്? എന്താണ് ഗമറ്റോഫൈറ്റ്? ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ബോഡിയെ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്യാമറ്റോഫൈറ്റ്. അപ്പോൾ ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ബോഡി അറിയപ്പെടുന്ന പേരാണ് പ്രോത്താലസ്. 1 മാർക്കിന് ചോദിച്ചേ. അപ്പോൾ ടെറിഡോഫൈറ്റിൻ്റെ ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ബോഡി അറിയപ്പെടുന്ന പേര് പ്രോത്താലസ്. ഒരുപാട് തവണ ചോദിച്ചതാണ് ഹെട്രോസ്പോറസ് കണ്ടീഷൻ. എന്താണ് ഹെട്രോസ്പോറസ് കണ്ടീഷൻ? മക്കളെ, ടെറിഡോഫൈറ്റിന് ഹെട്രോ എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ്. ടെറിഡോഫൈറ്റിന് 2 തരത്തിലുള്ള സ്പോർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഒന്ന് മൈക്രോസ്പോറും, ഒന്ന് മെഗാസ്പോറും. അപ്പോൾ 2 തരത്തിൽ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ടെറിഡോഫൈറ്റിനുണ്ട്. ഈ കണ്ടീഷനെ അറിയപ്പെടുന്ന പേരാണ് ഹെട്രോസ്പോറസ് കണ്ടീഷൻ. പരീക്ഷയ്ക്ക് നോക്കി ഹെട്രോസ്പോറസ് കണ്ടീഷൻ കാണിക്കുന്ന പ്ലാന്റ് ഗ്രൂപ്പ് ഏതാണ്? ടെറിഡോഫൈറ്റ് ആണ്. എന്നിട്ട് ചോദിക്കും അതിന് 2 എക്സാമ്പിൾ പറയാൻ. മക്കളെ മറക്കരുത്, സെലാജിനില്ല, സാൽവീനിയ. സെലാജിനില്ല, സാൽവീനിയ. ആരില്ല? സെലാജിനില്ല, സാൽവീനിയ. 2 എക്സാമ്പിൾ മറക്കരുത് മക്കളെ. അഡാപ്റ്റേഷൻ ഇൻ ജിംനോസ്പേം. ജിംനോസ്പേം കാണിക്കുന്ന അഡാപ്റ്റേഷൻ എന്താ മക്കളെ? ചില വാട്ടർ സ്ട്രെസ് വന്നാൽ, വെള്ളത്തിന് കുറവ് വന്നാൽ, വാട്ടർ സ്കാർസിറ്റി വന്നു കഴിഞ്ഞാൽ ജിംനോസ്പേം ചില അഡാപ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാനായിട്ട് ആ പ്ലാന്റ് ചില അഡാപ്റ്റേഷനൊക്കെ കാണിക്കുന്നുണ്ട്. എന്താണ് ആ അഡ്ജസ്റ്റ്മെൻറ്റ്? നീഡിൽ ലൈക്ക് ലീഫ്. മക്കളെ, നീഡിൽ കണക്കുള്ള ലീഫാ.
പരന്ന ലീഫല്ല. പരന്ന ലീഫാണെങ്കിൽ ഒരുപാട് വെള്ളം ഇവാപ്പറേറ്റ് ചെയ്തു പോവും. അപ്പം നീഡിൽ കണക്കുള്ള ലീഫ്, വെള്ളത്തിൻ്റെ ഇവാപ്പറേഷൻ കുറയ്ക്കാനായിട്ട്. 2, തിക്ക് ക്യൂട്ടിക്കിൾ. ഈ ലീഫ് മൊത്തം കവർ ചെയ്ത് നല്ല വാക്സി മെഴുക് കണക്കുള്ള ലെയറുണ്ട്. അപ്പോൾ തിക്ക് ക്യൂട്ടിക്കിളാണ്. പെട്ടെന്ന് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകത്തില്ല. അപ്പോൾ വാട്ടർ സ്കാർസിറ്റി, ഈ വാട്ടർ ഇല്ലാത്ത വെള്ളം കുറവുള്ള കണ്ടീഷനിലും അവർക്ക് എന്തോ ചെയ്യാൻ പറ്റും, ജീവിക്കാനായിട്ട് പറ്റും. മക്കളെ മൂന്നാമത്തത് സങ്കൻ സ്റ്റൊമാറ്റ. കേട്ടിട്ടില്ല മക്കളെ വാട്ടർ വേപ്പറിൻ്റെ രൂപത്തിൽ പ്ലാന്റിൽ നിന്ന് നഷ്ടപ്പെടുന്നത് സ്റ്റൊമാറ്റ എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന്. സങ്കൻ സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉള്ളിലിരിക്കുന്ന സ്റ്റൊമാറ്റ അറിയപ്പെടുന്ന പേരാണ് സങ്കൻ സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ ഉള്ളിലായതുകൊണ്ട് പെട്ടെന്ന് വാട്ടർ വേപ്പറായിട്ട് പോകത്തില്ല. അപ്പം ജിംനോസ്പേം കാണിക്കുന്ന അഡാപ്റ്റേഷൻ 3 ഏതൊക്കെ? നീഡിൽ ലൈക്ക് ലീഫ്, തിക്ക് ക്യൂട്ടിക്കിൾ, സങ്കൻ സ്റ്റൊമാറ്റ. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി അടുത്തത് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നറിയപ്പെടുന്ന ഏതാണ്? ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നറിയപ്പെടുന്നത് ആൻജിയോസ്പേമാണ്. ആദ്യമായിട്ട് വാസ്കുലാർ ബണ്ടിൽ വന്നു വരുന്ന പ്ലാന്റ് ഗ്രൂപ്പ് ഏതാണ്? ടെരിഡോഫൈറ്റ് ആണ്. ഹെട്രോസ്പോറസ് കണ്ടീഷൻ കാണിക്കുന്ന ഏതാണ്? ടെരിഡോഫൈറ്റ് ആണ്. നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്നറിയപ്പെടുന്നത്, ഫ്രൂട്ട് കാണത്തില്ല, സീഡ് ഡയറക്റ്റ് കാണാൻ പറ്റും, ആരാ? ജിംനോസ്പേമ. സീഡ് കവർ ചെയ്തത് ആരാണ്? ആൻജിയോസ്പേമ. ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്രയോഫൈറ്റ് ആണ്. ആൽഗെ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? അത് താലോഫൈറ്റാ. ഓക്കെ ആണല്ലോ? അപ്പോൾ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നറിയപ്പെടുന്നത് ബ്രയോഫൈറ്റ്. ടെരിഡോഫൈറ്റിൻ്റെ പ്രത്യേകതകൾ 2. വാസ്കുലാർ ബണ്ടിൽസ് ആദ്യം വന്നത് ആ ഹെട്രോസ്പോറസ് കണ്ടീഷൻ കാണി. ജിംനോസ്പേമിനെ അറിയപ്പെടുന്ന പേര് നേക്കഡ് സീഡഡ് പ്ലാന്റ്സ്, ഫ്രൂട്ട് ആബ്സെൻ്റ്, സീഡ് കാണാൻ പറ്റും. അടുത്തത് ആൻജിയോസ്പേം, ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ അറിയപ്പെടുന്ന പേരാണ് ആൻജിയോസ്പേം. ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ പ്ലാന്റ് കിങ്ഡത്തിൽ നിന്ന് ഏതൊക്കെ ചോദ്യം ചോദിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഗെ, ക്ലാസിഫിക്കേഷൻ ആൽഗെ, എക്കണോമിക് ഇമ്പോർട്ടൻസ്, എക്സാമ്പിൾ. ബ്രയോഫൈറ്റ് ഈസ് ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ബ്രയോഫൈറ്റിൻ്റെ എക്സാമ്പിൾ എക്കണോമിക് ഇമ്പോർട്ടൻറ്റ്. ടെരിഡോഫൈറ്റിൻ്റെ കേസിൽ ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി ഏതാണ്? അതിൻ്റെ ഹെട്രോസ്പോറസ് കണ്ടീഷൻ ഏതാണ്? പിന്നെ സൈലോം ഫ്ലോയോ ഉള്ള ആദ്യത്തെ പ്ലാന്റ് ഗ്രൂപ്പാണ് ഏതെന്ന് പറയുന്നത്? ടെരിഡോഫൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ജിംനോസ്പേം കാണിക്കുന്ന അഡാപ്റ്റേഷൻ ഏതാണ്? 3 പഠിച്ചു, ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത ഏതാണ്? ആൻജിയോസ്പേം. ആൻജിയോസ്പേമുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാടൊന്നും നമുക്ക് പഠിക്കാനില്ല, എന്നാലും ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നറിയപ്പെടുന്നതാണ് ആൻജിയോസ്പേം എന്ന് പറയുന്നത്. ആൻജിയോസ്പേമിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഡൈക്കോട്ട് പ്ലാന്റ്സ് എന്നും മോണോകോട്ട് പ്ലാന്റ്സ് എന്നും. മറക്കാതിരിക്കുക. ഇത്രയേ ഉള്ളൂ പ്ലാന്റ് കിങ്ഡത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം. മക്കളെ അടുത്ത ചാപ്റ്ററാണ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. മക്കളെ അതിലാദ്യം പഠിക്കേണ്ടത് നമുക്ക് റൂട്ടിനെ പറ്റിയാണ്. 1 മാർക്ക് ചോദ്യം. റൂട്ട് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? റാഡിക്കിൾ. R4. റാഡിക്കിളിൻ്റെ R റൂട്ട് എന്ന് ഓർത്തോണം. റൂട്ട് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? റാഡിക്കിൾ. പിള്ളേർ അടുത്ത നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടക്കുന്ന ഫിഗറുമായിട്ട് ബേസ് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദിക്കും. റൂട്ടിൻ്റെ 4 റീജിയൻ ഏത്? റൂട്ടിൻ്റെ അറ്റത്ത് കാണപ്പെടുന്ന ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ, റൂട്ട് ക്യാപ്പ്. അതിന് തൊട്ട് മുകളിൽ കാണപ്പെടുന്ന റീജിയൻ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. തൊട്ട് മുകളിൽ കാണപ്പെടുന്ന റീജിയൻ ഇലോങ്ങേഷൻ. അതിന് തൊട്ട് മുകളിൽ കാണപ്പെടുന്ന റീജിയൻ മെച്ചുറേഷൻ. അപ്പോൾ 4 റീജിയൻ ഉണ്ട്. റൂട്ട് ക്യാപ്പ്, ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ. മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, ഡിവിഷൻ നടക്കുന്ന സ്ഥലം. ഇലോങ്ങേഷൻ, സെൽ ഇലോങ്ങേറ്റ് ചെയ്യുന്ന സ്ഥലം. മെച്ചുറേഷൻ, സെല്ല് മെച്ചുർ ആവുന്ന സ്ഥലം. ഇനി ഈ മെച്ചുറേഷനിൽ ചില ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണും. റൂട്ടിൽ കാണപ്പെടുന്ന ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് എന്ത്? റൂട്ട് ഹെയർസ്. എന്താണ് ജോലി? അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. സോയിലിൽ നിന്ന് വാട്ടറിനെയും മിനറൽസിനെ എന്തോ ചെയ്തെടുക്കുക? അബ്സോർബ് ചെയ്തെടുക്കുക. കഴിഞ്ഞ് റൂട്ട്. റൂട്ട് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? റാഡിക്കിൾ. റൂട്ടിന് എത്ര റീജിയൻ ഉണ്ട്? 4. ഏതൊക്കെയാ? റീജിയൻ ഓഫ് റൂട്ട് ക്യാപ്പ്, റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ, റീജിയൻ ഓഫ് മെച്ചുറേഷൻ. പിള്ളേർ രണ്ടാമത്തെ പാർട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടത് ലീഫ്. നിങ്ങൾ ഏതൊരു ലീഫ് എടുത്താലും അതിന് പുറത്ത് വെള്ള കുഞ്ഞ് വരകൾ കാണും. ഈ വരകളെ അറിയപ്പെടുന്ന പേരാണ് വെയിൻസ്. അപ്പം നമുക്ക് ആദ്യം പഠിക്കേണ്ടത് എന്താണ് വീനേഷൻ. മക്കളെ വീനേഷൻ, V4 വെയിൻസ് എന്ന് ഓർത്തേണം. ലീഫിൽ എങ്ങനെയാണോ വെയിൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, വെയിൻസിൻ്റെ അറേഞ്ച്മെൻറ്റിനെ അറിയപ്പെടുന്ന പേരാണ് വീനേഷൻ. വീനേഷൻ 2 തരത്തിൽ. പാരലൽ വീനേഷൻ. പിള്ളേരെ എന്താണ് പാരലൽ വീനേഷൻ? നിങ്ങൾ വാഴയില എടുത്തു കഴിഞ്ഞാൽ വെയിൻസ് ഒന്നൊന്നിന് പാരലലായിട്ടാണ് കാണപ്പെടുന്നത്. പാരലലായിട്ടാണെങ്കിൽ പാരലൽ വീനേഷൻ.
നിങ്ങൾ ആലല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെയിൻസ് നെറ്റ്വർക്ക് കണക്കാണ് കാണപ്പെടുന്നത്. നെറ്റ്വർക്ക് കണക്കാണെങ്കിൽ വിളിക്കുന്ന പേര് റെറ്റിക്കുലേറ്റ് വീനേഷൻ. അപ്പോൾ പാരലൽ ആണെങ്കിൽ പാരലൽ വീനേഷൻ, നെറ്റ്വർക്ക് കണക്കാണെങ്കിൽ റെറ്റിക്കുലേറ്റ് വീനേഷൻ. വെയിൻസിൻ്റെ അറേഞ്ച്മെൻറ്റ് വീനേഷൻ. വീനേഷൻ എത്ര തരത്തിൽ? 2 തരത്തിൽ, ഒന്ന് റെറ്റിക്കുലേറ്റും 2 പാരലൽ. പിള്ളേരെ, അടുത്തത് നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് ഫില്ലോടാക്സി. മക്കളെ, വെയിൻസിൻ്റെ അറേഞ്ച്മെൻ്റ് ആ വീനേഷൻ എങ്കിൽ ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റിനെ അറിയപ്പെടുന്ന പേരാണ് ഫില്ലോടാക്സി. ഫില്ലോടാക്സി പഠിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം, ലീഫ് എവിടെ നിന്നാണോ ഉണ്ടാവുന്നത്. മക്കളെ, ലീഫ് എവിടെ നിന്നാണോ ഉണ്ടാവുന്നത് ആ റീജിയനെ അറിയപ്പെടുന്ന പേര് നോഡ്. അപ്പം തണ്ടിൽ നിന്ന് തണ്ടിൻ്റെ എവിടെ നിന്നാണോ ലീഫ് ഉണ്ടാവുന്നത് ആ റീജിയനെ അറിയപ്പെടുന്ന പേര് നോഡെന്നാണ്. ഒരു നോഡിൽ നിന്ന് ഒരു ലീഫാണെങ്കിൽ ഫില്ലോടാക്സി അറിയപ്പെടുന്ന പേര് ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി. ഒരു നോഡിൽ നിന്ന് 2 ലീഫാണെങ്കിൽ 2 പേര് വന്നാൽ ഓപ്പോസിറ്റ്, ഫില്ലോടാക്സി വിളിക്കുന്ന പേര് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി. ഒരു നോഡിൽ നിന്ന് 2ൽ കൂടുതൽ പേര് വരികയാണെങ്കിൽ വിളിക്കുന്ന പേര് വോൾഡ് ഫില്ലോടാക്സി. അപ്പോൾ ഒരു നോഡിൽ നിന്ന് ഒരു ലീഫാണെങ്കിൽ ഓൾട്ടർനേറ്റ്, ഒരു നോഡിൽ നിന്ന് 2 ലീഫാണെങ്കിൽ ഓപ്പോസിറ്റ്, ഒരു നോഡിൽ നിന്ന് 2ൽ കൂടുതൽ ലീഫാണെങ്കിൽ വേൾഡ്. അതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കോ. ഓൾട്ടർനേറ്റിന് എക്സാമ്പിൾ ഹിബിസ്കസ്, ഓപ്പോസിറ്റ് എക്സാമ്പിൾ ഗുവ, വേൾഡ് ഫില്ലോടാക്സിക്ക് എക്സാമ്പിൾ നേരിയം, അരളി എന്ന് പറയുന്നത് എക്സാമ്പിളാണ്. മക്കളെ, അടുത്തതാണ് ടൈപ്സ് ഓഫ് ലീഫ്. മക്കളെ, ലീഫിൻ്റെ പച്ച പാർട്ടിനെ അറിയപ്പെടുന്ന പേരാണ് ലാമിന. ഒരു ലാമിന ഉള്ളെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് സിമ്പിൾ ലീഫ്. ഇപ്പം ചെമ്പരത്തിയല. നിങ്ങൾ കരിവേപ്പില എടുത്തു കഴിഞ്ഞാൽ 1ൽ കൂടുതൽ ലാമിന കാണും, പച്ചപ്പാർട്ട് കാണും, വിളിക്കുന്ന പേര് കോമ്പൗണ്ട് ലീഫ്. കോമ്പൗണ്ട് ലീഫ് തണ്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമോ കാണപ്പെടുന്നെങ്കിൽ 2 ലെയറായിട്ട് തണ്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആണെങ്കിൽ കോമ്പൗണ്ട് ലീഫിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പിന്നേറ്റ്ലി തണ്ടിൻ്റെ 2 സൈഡിലും പിന്നി ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ പിന്നേറ്റ്ലി. ഇനി ചീനിയില പോലെ, ചീനിയില അതിന് എക്സാമ്പിളല്ല, ചീനിയില പോലെ തണ്ടിൻ്റെ അറ്റത്താണ് പച്ചപ്പാർട്ട് കാണപ്പെടുന്നതെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് പാമേറ്റ്ലി. അപ്പോൾ തണ്ടിൻ്റെ 2 വശവുമാണെങ്കിൽ പിന്നേറ്റ്ലി, തണ്ടിൻ്റെ അറ്റത്താണെങ്കിൽ പാമേറ്റ്ലി. അപ്പം ഒരു ലാമിനയുള്ളെങ്കിൽ സിമ്പിൾ ലീഫ്, 1ൽ കൂടുതൽ ലാമിനയാണെങ്കിൽ കോമ്പൗണ്ട് ലീഫ്. കോമ്പൗണ്ട് ലീഫ് 2 തരത്തിൽ, തണ്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആണെങ്കിൽ കാണപ്പെടുന്നെങ്കിൽ പിന്നേറ്റ്ലി, തണ്ടിൻ്റെ അറ്റത്താണെങ്കിൽ പാമേറ്റ്ലി. പിള്ളേരെ, ഫ്ലവറുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, എന്താണ് ഇൻഫ്ലോറസെൻസ്? പൂക്കളുടെ അറേഞ്ച്മെൻറ്റിനെ അറിയപ്പെടുന്ന പേരാണ് ഇൻഫ്ലോറസെൻസ്. പൂക്കളുടെ അറേഞ്ച്മെൻറ്റ്. നിങ്ങളുടെ ടെക്സ്റ്റിലെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ തണ്ട് പൂവായിട്ട് മാറുകയാണെങ്കിൽ ഇൻഫ്ലോറസെൻസിനെ വിളിക്കുന്ന പേര് സൈമോസ്. തണ്ട് പൂവായിട്ട് മാറുന്നില്ല, തണ്ട് വളർന്നുകൊണ്ടേയിരിക്കും, 2 സൈഡിലും പൂക്കൾ കാണുമെങ്കിൽ വിളിക്കുന്ന പേര് റെസിമോസ്. അപ്പോൾ തണ്ട് പൂവായിട്ട് മാറുകയാണെങ്കിൽ സൈമോസ്, തണ്ടിന് ഇംഗ്ലീഷ് പെഡങ്കിൾ. തണ്ട് പൂവായിട്ട് മാറിയില്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് റെസിമോസ്. പൂക്കളുടെ അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻഫ്ലോറസെൻസ്. മക്കളെ, അടുത്ത അറിയേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലവേഴ്സ്. മക്കളെ, സിമട്രിയുടെ അടിസ്ഥാനത്തിൽ ഫ്ലവേഴ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആക്ടിനോമോർഫിക്, സൈഗോമോർഫിക്, അസിമെട്രിക്. ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും 2 ഈക്വൽ ഹാഫ് കിട്ടുമെങ്കിൽ ആക്ടിനോമോർഫിക്. ഒരൊറ്റ പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലേ ഈക്വൽ ഹാഫ് കിട്ടത്തുള്ളെങ്കിൽ സൈഗോമോർഫിക്. ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ് കിട്ടത്തില്ലെങ്കിൽ അസിമെട്രിക്. സിമട്രിയുടെ അടിസ്ഥാനത്തിൽ ഫ്ലവേഴ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? സിമട്രിയുടെ. ഏത്? ആക്ടിനോമോർഫിക്, സൈഗോമോർഫിക്, അസിമെട്രിക്. ഇനി പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ ഫ്ലവേഴ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹൈപ്പോഗൈനസ്, പെരിഗൈനസ്, എപ്പിഗൈനസ്. ഓവറി മുകളിലാണെങ്കിൽ ഹൈപ്പോഗൈനസ്, ഓവറി താഴെയാണെങ്കിൽ എപ്പിഗൈനസ്, ഓവറി പകുതി മുകളിലും പകുതി താഴെയാണെങ്കിൽ വിളിക്കുന്ന പേര് പെരിഗൈനസ്. അപ്പോൾ ഓവറിയുടെ പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ ഫ്ലവേഴ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഹൈപ്പോഗൈനസ്, എപ്പിഗൈനസ്, പെരിഗൈനസ്. ഓവറി മുകളിലാണെങ്കിൽ ഹൈപ്പോ, ഓവറി താഴെയാണെങ്കിൽ എപ്പി, ഓവറി പകുതി മുകളിലും പകുതി താഴെയാണെങ്കിൽ പെരി. ഓക്കെ മക്കളെ, അടുത്തതാണ് ഏസ്റ്റിവേഷൻ. മക്കളെ, ഒരു പൂ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പച്ച പാർട്ടിനെ അറിയപ്പെടുന്ന പേര് സെപ്പൽ, ഇതളുകളെ അറിയപ്പെടുന്ന പേര് പെറ്റൽ. സെപ്പലിൻ്റെയും പെറ്റലിൻ്റെയും അറേഞ്ച്മെൻറ്റിനെ അറിയപ്പെടുന്ന പേരാണ് ഏസ്റ്റിവേഷൻ.
അപ്പോൾ സെപ്പലിൻ്റെയും പെറ്റലിൻ്റെയും അറേഞ്ച്മെൻറ്റ് എസ്റ്റിവേഷൻ 4 എണ്ണം. 1 വാൾവേറ്റ്, സിമ്പിളാണ് മക്കളെ, ഓവർലാപ്പിംഗ് ഇല്ലെങ്കിൽ വാൾവേറ്റ്. 2 ട്വിസ്റ്റഡ്, ഓവർലാപ്പിംഗ് ഉണ്ടെങ്കിൽ ട്വിസ്റ്റഡ്. അപ്പോൾ റെഗുലറായിട്ട് ഓവർലാപ്പിംഗ് ഉണ്ടെങ്കിൽ ട്വിസ്റ്റഡ്. 3 ഇംബ്രിക്കേറ്റ്, ഇറഗുലർ ഓവർലാപ്പിംഗ് ആണെങ്കിൽ ഇംബ്രിക്കേറ്റ്. മക്കളെ ലാസ്റ്റ് നോട്ട് ദ ലീസ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, വെക്സിലറി എസ്റ്റുവേഷൻ. വെക്സിലറി എസ്റ്റുവേഷൻ ഈസ് ദ ക്യാരക്ടർ ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ്. ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ ക്യാരക്ടറാണ് വെക്സിലറി എസ്റ്റുവേഷൻ. മക്കളെ വെക്സിലറി എസ്റ്റുവേഷനിൽ 5 പെറ്റലുകളാണ്. ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന പെറ്റൽ സ്റ്റാൻഡേർഡ് പെറ്റൽ, സൈഡിൽ 2 എണ്ണം ഉള്ളത് വിങ് പെറ്റൽ, ഏറ്റവും താഴെ കാണപ്പെടുന്നത് കീൽ പെറ്റൽ. അപ്പോൾ 5 പെറ്റൽ, 1 സ്റ്റാൻഡേർഡ് പെറ്റൽ, 2 വിങ് പെറ്റൽ, 2 കീൽ പെറ്റൽ. ഇത്തരത്തിലുള്ള എസ്റ്റുവേഷൻ അറിയപ്പെടുന്ന പേരാണ് വെക്സിലറി എസ്റ്റുവേഷൻ ആൻഡ് ഇറ്റ് ഈസ് എ ക്യാരക്ടർ ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ്. പയറുവർഗ്ഗ ചെടികളുടെ ഏറ്റവും വലിയ സ്വഭാവ സവിശേഷതയാണ് ഏതെന്ന് പറയുന്നത് വെക്സിലറി എസ്റ്റുവേഷൻ. അപ്പോൾ എസ്റ്റുവേഷൻ എന്തുവാ? സെപ്പലിൻ്റെയും പെറ്റലിൻ്റെയും അറേഞ്ച്മെൻ്റാണ് എസ്റ്റുവേഷൻ. ഓവർലാപ്പിംഗ് ഇല്ലെങ്കിൽ വാൾവേറ്റ്, ഓവർലാപ്പിംഗ് ഉണ്ടെങ്കിൽ ട്വിസ്റ്റഡ്, ഇറഗുലർ ഓവർലാപ്പിംഗ് ആണെങ്കിൽ ഇംബ്രിക്കേറ്റ്, 5 പെറ്റലാണെങ്കിൽ വെക്സിലറി. കഴിഞ്ഞു. പിള്ളേരെ അടുത്തതാണ് പ്ലാസൻറ്റേഷൻ. മക്കളെ ഒവ്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനെ അറിയപ്പെടുന്ന പേരാണ് പ്ലാസൻറ്റേഷൻ. ഒവ്യൂളുകളുടെ അറേഞ്ച്മെൻറ്റിനെ അറിയപ്പെടുന്ന പേരാണ് പ്ലാസൻറ്റേഷൻ. പ്ലാസൻറ്റേഷൻ 5 തരത്തിലാണ്. 1 മാർജിനൽ, ഒവ്യൂള് സീഡ് കാണപ്പെടുന്നത് റിഡ്ജിലാണെങ്കിൽ പയറ് ചെടി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തണ്ടിലായിട്ടായിരിക്കും ഈ വിത്തുകൾ കാണപ്പെടും, വിളിക്കുന്ന പേരാണ് മാർജിനൽ. 2 ആക്സൈൽ പ്ലാസൻറ്റേഷൻ. സെപ്റ്റയുടെ സെൻട്രൽ ആക്സിസിലാണെങ്കിൽ ഒവ്യൂള് കാണപ്പെടുന്നതെങ്കിൽ വിളിക്കുന്ന പേരാണ് ആക്സൈൽ. ഓവറിയുടെ ഇന്നർ വോളിലാണെങ്കിൽ വിളിക്കുന്ന പേര് പറൈറ്റൽ. ഇനി സെൻറ്ററിലാണെങ്കിൽ ഫ്രീ സെൻട്രൽ, ബേസിലാണെങ്കിൽ ബേസൽ. കഴിഞ്ഞു. ഞാൻ പറഞ്ഞ വാക്കുകൾ മാത്രം ഓർത്തിരുന്നാൽ മതി. റിഡ്ജിലാണെങ്കിൽ മാർജിനൽ, സെപ്റ്റയുടെ സെൻട്രൽ ആക്സിസ് ആണെങ്കിൽ ആക്സൈൽ, ഓവറിയുടെ ഇന്നർ വോളിലാണെങ്കിൽ പെറൈറ്റൽ, സെൻറ്ററിലാണെങ്കിൽ ഫ്രീ സെൻട്രൽ, ബേസിലാണെങ്കിൽ ബേസൽ. കഴിഞ്ഞു പ്ലാസൻറ്റേഷൻ. മക്കളെ അടുത്തത് ഫ്രൂട്ട്. നിങ്ങൾ മാംഗോ എന്ന് പറയുന്ന ഫ്രൂട്ടിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 3 ലെയർ കാണപ്പെടും. നമ്മൾ കഴിക്കുന്ന ആ തൊലിഭാഗം, ഏറ്റവും പുറമെയുള്ള തൊലിഭാഗം അറിയപ്പെടുന്ന പേരാണ് എപ്പികാർപ്പ്. നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന മാംസമുള്ള ഭാഗം അറിയപ്പെടുന്ന പേര് മീസോകാർപ്പ്. ഇനി സീഡിന് തൊട്ട് മുമ്പായിട്ട് കട്ടിയുള്ള ലെയറുണ്ട്, ഉപ്പൊക്കെ കൂട്ടി നമ്മൾ പിടിച്ച് കാന്തുന്നു, വിളിക്കുന്ന പേര് എൻഡോകാർപ്പ്. അപ്പം പുറം ഭാഗത്തെ അറിയപ്പെടുന്ന പേര് എപ്പികാർപ്പ്, മിഡിൽ പോർഷൻ മീസോകാർപ്പ്, ഏറ്റവും അകത്തുള്ളത് എൻഡോകാർപ്പ്. മക്കളെ ചില സീഡിന് ഫ്രൂട്ട് കാണത്തില്ല, അരിയില്ലാത്ത മുന്തിരിങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ബനാന സീഡില്ല. സീഡില്ലാത്ത ഫ്രൂട്ടുകളെ അറിയപ്പെടുന്ന പേരാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. അപ്പോൾ സീഡില്ലാത്ത ഫ്രൂട്ടുകളെ അറിയപ്പെടുന്ന പേര് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ഇനി മാംഗോയുടെയും കോക്കനട്ടിൻ്റെയും കേസിൽ ഫ്രൂട്ടിനെ അറിയപ്പെടുന്ന പേരാണ് ഡ്രൂപ്പ്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് മാംഗോ ആൻഡ് കോക്കനട്ട് ദ ഫ്രൂട്ട് ഈസ് കോൾഡ് ഡ്രൂപ്പ്. മാംഗോയുടെയും കോക്കനട്ടിൻ്റെയും കേസിൽ ആ ഫ്രൂട്ടിനെ അറിയപ്പെടുന്ന പേരാണ് ഡ്രൂപ്പ്. കഴിഞ്ഞു ഫ്രൂട്ട്. മക്കളെ അടുത്ത സീഡ് മോണോകോട്ട് സീഡിൻ്റെ ഒരു ഫിഗർ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നേപ്പോണ്ട്. അവിടെ എംബ്രിയോ എന്നും സ്ക്യൂട്ടല്ലം എന്നും അലീറോൺ ലെയർ എന്നും കോളിയോപ്റ്റൈൽ എന്നും കോളിയോ റൈസ എന്നും ഒക്കെ അടയാളപ്പെടുത്തിയപ്പോൾ ഉണ്ട്. ആ ഫിഗർ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ലേബൽ ചെയ്യാനായിട്ട്. അപ്പം ആ ഫിഗർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. മക്കളെ അടുത്തതാണ് സൊളനേസിയ. സൊളനേസിയ എന്ന് പറയുന്ന ഒരു ഫാമിലി നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ ഫ്ലോറൽ ഡയഗ്രാം ഒന്ന് നോക്കിയേക്കണം, ഫ്ലോറൽ ഫോർമുല ഒന്ന് നോക്കിയേക്കണം, എക്കണോമിക് ഇമ്പോർട്ടൻസ് നോക്കണം. എക്കണോമിക് ഇമ്പോർട്ടൻസ്, ഈ പ്ലാന്റിൽ നിന്ന് നമുക്ക് ഫുഡ് കിട്ടുന്നുണ്ട്, സ്പൈസായിട്ട് ഉപയോഗിക്കുന്നത് ചില്ലി ഉണ്ട്, മെഡിസിനായിട്ട് ഉപയോഗിക്കുന്ന 2 പ്ലാന്റാണ് ബെലഡോണ, അശ്വഗന്ധ, ഫ്യൂമിഗേറ്ററി പുകയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ടൊബാക്കോ, ഇനി ഓർണമെൻ്റൽസ് ആയിട്ട് ഉപയോഗിക്കുന്ന പെറ്റുണി. ഇതൊക്കെയാണ് എക്കണോമിക് ഇമ്പോർട്ടൻസ്. അപ്പം പരീക്ഷയ്ക്ക് പടം തന്നിട്ട് നോക്കി ഇത് ഏത് ഫാമിലിയാണ്. അപ്പം നിങ്ങൾ എഴുതണം സൊളനേസി.
സൊളനീസിയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ മക്കളുമാർ ഞാൻ ഈ പറഞ്ഞ എക്കണോമിക് ഇമ്പോർട്ടൻസും എഴുതണം. നമുക്ക് വളരെ ചുരുങ്ങിയ സമയമുള്ളൂ, അതാണ് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. മക്കളുമാർക്ക് മെയിൻ എക്സാമിന് മുമ്പായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ബ്രൈറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ ഓരോ മണിക്കൂർ കുറഞ്ഞ ഒരു ചാപ്റ്ററിൻ്റെ ക്ലാസ് കാണും. അപ്പോൾ തൽക്കാലം നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷന് വേണ്ടി ആ പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ആ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാൻ നമുക്ക് സമയമില്ല. ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. ഓക്കെ മക്കളെ, അടുത്ത ചാപ്റ്ററാണ് അനാട്ടമി. അനാട്ടമി നമ്മൾ അറിയേണ്ടത് എന്താണ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ, എന്താണ് ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ. മക്കളെ, സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയ്ക്ക് കേമ്പിയം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പൺ. കേമ്പിയം ഇല്ലെങ്കിൽ വിളിക്കുന്ന പേര് ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ. ഓക്കെ എന്നാലും ഇനി വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരേ റേഡിയസിലാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് കൺജോയിൻറ്റ്. ഒരേ റേഡിയസിൽ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ. അടുത്ത അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. മക്കളെ, എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ വരുന്നത് എപ്പിഡെർമൽ സ്റ്റെൽസ്, സ്റ്റൊമാറ്റ, ട്രൈക്കോ. എന്തോ സ്റ്റൊമാറ്റ? ലീഫിൽ കാണപ്പെടുന്ന കുഞ്ഞു പോറുകളെ അറിയപ്പെടുന്ന പേരാണ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റയെ കവർ ചെയ്ത് 2 ബീൻ ഷേപ്പ്ഡ് സെല്ലുണ്ട്, വിളിക്കുന്ന പേര് ഗോഡ് സെൽ. ഗോഡ് സെല്ലിനെ കവർ ചെയ്ത് പ്രത്യേക തരത്തിലുള്ള സെല്ലുണ്ട്, വിളിക്കുന്ന പേര് സബ്സിഡറി സെൽ. ഇതെല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്. ഓക്കെ ആണേ. അപ്പോൾ ഞാനെങ്ങനെയാണ് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു, ഈ 2 എൻ്റെ കൈ, ഈ പോർഷൻ ഉണ്ടല്ലോ അത് ബീൻ ഷേപ്പ്ഡ് സെല്ലാന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോ സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ പോറാന്നല്ലോ, താഴെ പോറ്. ഈ പോറിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന 2 ബീൻ ഷേപ്പ്ഡ് സെല്ല് എന്തുവാ? ഗോഡ് സെൽ. ഗോഡ് സെല്ലിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന എൻ്റെ സ്കിന്നിന് വിളിക്കുന്ന പേര് സബ്സിഡറി സെൽ. ഇവിടെ കാണപ്പെടുന്ന പോറിനെ അറിയപ്പെടുന്ന പേര് സ്റ്റൊമാറ്റൽ അപ്പർച്ചർ. ഇതിനെ 3 കൂടെ ചേർത്ത് വിളിക്കുന്ന പേര് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്. മക്കളെ, റൂട്ടിൽ കാണപ്പെടുന്ന ഹെയർ ലൈക്ക് സ്ട്രക്ചർ റൂട്ട് ഹെയർസ. പരീക്ഷയ്ക്ക് ചോദിക്കാം, സ്റ്റെമ്മിൽ കാണപ്പെടുന്ന ഹെയർ ലൈക്ക് സ്ട്രക്ചർ എന്താണ്? വിളിക്കുന്ന പേരാണ് ട്രൈക്കോംസ്. വിളിക്കുന്ന പേര് ട്രൈക്കോംസ്. മക്കളെ, അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഡൈക്കോട്ട്, മോണോക്കോട്ട്, സ്റ്റെമ്മ്, ലീഫ്, റൂട്ട് പഠിക്കാനുണ്ട്. അതിൽ ഓരോന്നിൻ്റെയും പ്രത്യേകത. ഇപ്പോൾ ഡൈക്കോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു മോണോക്കോട്ട് കുറച്ച് തരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കോണം. വാസ്കുലാർ ബണ്ടിൽസിൻ്റെ എണ്ണം 3, 6, 6ൽ കൂടുതലാവാം, ഇറഗുലറായിട്ട് കാണാം, സ്കാറ്റേഡായിട്ട് കാണാം, അങ്ങനെ കുറേ ഡിഫറൻസുകളുണ്ട്. ഈ ഡിഫറൻസുകളെല്ലാം നോക്കിക്കൊണ്ട് പോകണം. ചിലപ്പോൾ ഡിഫറൻസ് തന്നിട്ട് ചോദിക്കും ഇതിൽ സ്റ്റെമ്മാണോ റൂട്ടാണോ ലീഫാണോ എന്നെഴുതാൻ ചോദിക്കും. അല്ലെങ്കിൽ ഇത് ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ ആണോ മോണോക്കോട്ട് സ്റ്റെമ്മിൻ്റെ ആണോ ചോദിക്കും. പിള്ളേരെ, അടുത്തതാണ് ബുള്ളിഫോം സെൽസ്. മക്കളെ, ഗ്രാസിൽ കാണപ്പെടുന്ന എംറ്റി കളർലെസ് സെല്ലുകളെ അറിയപ്പെടുന്ന പേരാണ് ബുള്ളിഫോം സെൽ. വെരി ഇമ്പോർട്ടൻറ്റ്. ഗ്രാസിൽ കാണപ്പെടുന്ന എംറ്റി കളർലെസ് ആയിട്ടുള്ള എപ്പിഡെർമൽ സെല്ലുകളെ അറിയപ്പെടുന്ന പേരാണ് ബുള്ളിഫോം സെൽ. ഈ ബുള്ളിഫോമിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് കോസസ് കേർലിംഗ് ഓഫ് ലീഫ്. ലീഫ് കേർൾ ചെയ്യിപ്പിക്കും. കേർൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുരുളുക. ചുരുണ്ട് കഴിഞ്ഞാൽ സർഫസ് ഏരിയ കുറയും. സർഫസ് ഏരിയ കഴിഞ്ഞാൽ വാട്ടർ വേപ്പറായിട്ട് പോകുന്നതും കുറയും. വാട്ടർ വേപ്പറായിട്ട് പോകുന്ന പ്രോസസ്സിനെ അറിയപ്പെടുന്ന പേര് ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പിറേഷൻ്റെ റേറ്റ് കുറയ്ക്കും. ആര്? ബുള്ളിഫോം സെൽസ്. ഇത്രയേ ഉള്ളൂ അനാട്ടമിയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ മോണോക്കോട്ട്, ഡൈക്കോട്ട്, റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ആ ഡിഫറൻസ് എന്ന് മക്കളുമാർ നോക്കി പഠിച്ചോണം. ടെക്സ്റ്റിലുണ്ട്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ മക്കളെ? നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ് സെൽ, ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. മക്കളെ, അതിലാദ്യം അറിയേണ്ടത് ഡിസ്കവറീസ്. സെല്ല് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്ക്. സെല്ല് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്ക്. ഫ്രീ ലിവിങ് സെല്ല് കണ്ടെത്തിയത് ആരാണ്? മക്കളെ, റോബർട്ട് ഹുക്ക് കണ്ടെത്തിയ ഡെഡ് സെല്ലായിരുന്നു. സോ ലിവിങ് സെൽ, ഫ്രീ ലിവിങ് സെൽ ആദ്യമായിട്ട് കണ്ടെത്തിയ സയൻറ്റിസ്റ്റ് ആന്റൺ വാൻ ലിവൻഹൂക്ക്. ആരാണ് മക്കളെ? ആന്റൺ വാൻ. അപ്പം ആദ്യത്തെ പേജിൽ അറിഞ്ഞിരിക്കേണ്ട 2 ഡിസ്കവറീസ് ആണ്. സെല്ല് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്ക് ആണ്. ഫ്രീ ലിവിങ് സെല്ല് കണ്ടെത്തിയത് ആന്റൺ വാൻ ലിവൻഹൂക്ക് ആണ്. മറക്കരുത് മക്കളെ. അടുത്തത് സെൽ തിയറി. സെൽ തിയറി പ്രൊപ്പോസ് ചെയ്തത് 3 സയൻറ്റിസ്റ്റാണ്. MJ ഷ്ലീഡൻ, തിയോഡർ ഷ്വാൻ, റുഡോൾഫ് വിർച്ചോ. ആരൊക്കെയാ മക്കളെ? MJ ഷ്ലീഡൻ, തിയോഡർ ഷ്വാൻ, റുഡോൾഫ് വിർച്ചോ. എന്താണ് സെൽ തിയറി പറയുന്നത്? സെൽ തിയറിയായിട്ട് ബന്ധപ്പെട്ട് മക്കളുമാർക്ക് 2 പോയിന്റ് പഠിച്ചാൽ മതി.
ഒന്ന്, ഓൾ ലിവിങ് ഓർഗാനിസം ആർ മേഡപ്പ് ഓഫ് സെൽ ആൻഡ് സെൽ പ്രോഡക്റ്റ്. എല്ലാ ജീവജാലങ്ങളും നിർമ്മിച്ചിരിക്കുന്ന സെല്ല് കൊണ്ടാണ്. 2, ന്യൂ സെൽ ഒറിജിനേറ്റ്സ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ഏതൊരു പുതിയ സെല്ലും ഉണ്ടാകുന്നത് പഴയ സെല്ലിൽ നിന്നാണ്. സിമ്പിൾ, സെറ്റാണോ? ഓക്കെ. അടുത്തത് മൂന്നാമത്തത് സെൽ എൻവലപ്പ് ആൻഡ് ഇറ്റ്സ് മോഡിഫിക്കേഷൻ. അപ്പോൾ സെൽ എൻവലപ്പ് ആൻഡ് ഇറ്റ്സ് മോഡിഫിക്കേഷൻ എവിടെയാണ് സാറേ? മക്കളെ, ചാപ്റ്ററിൻ്റെ പ്രോക്യാരിയോട്ടിക് സെൽ എന്ന് പറയുന്ന പോർഷനിൽ കിടക്കുന്നതാണ് സെൽ എൻവലപ്പ് ആൻഡ് ഇറ്റ്സ് മോഡിഫിക്കേഷൻ. എൻവലപ്പ് എന്താണെന്ന് മക്കളെ അറിയാം. കവറിങ്. പ്രോക്യാരിയോട്ടിക് സെല്ലിന് കവറിങ് ഉണ്ട്. 3 ലെയറാണ്. 1 ഗ്ലൈക്കോകാലിക്സ്, 2 സെൽ വാൾ, 3 പ്ലാസ്മ മെമ്പറൈൻ. അപ്പോൾ സെൽ എൻവലപ്പിന് 3 ലെയറുണ്ട്. പ്രോക്യാരിയോട്ടിക് സെല്ലിൻ്റെ കവറിങ്ങിന് 3 ലെയറുണ്ട്. ഏറ്റവും പുറമേ ഉള്ളത് ഗ്ലൈക്കോകാലിക്സ്, രണ്ടാമത്തത് സെൽ വാൾ, മൂന്നാമത്തത് പ്ലാസ്മ മെമ്പറൈൻ. ഇതിൽ പരീക്ഷയ്ക്ക് ചോദിക്കും, പ്ലാസ്മ മെമ്പറൈനിൽ പ്രോക്യാരിയോട്ടിക് സെല്ലിൻ്റെ പ്ലാസ്മ മെമ്പറൈൻ, ഇത് പ്ലാസ്മ മെമ്പറൈൻ ആണെങ്കിൽ ഈ മെമ്പറൈനിൽ ചില എക്സ്റ്റൻഷനുകൾ ഇങ്ങനെ കാണപ്പെടും. അതിൻ്റെ പേരെന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. മീസോസോം. വിളിക്കുന്ന പേരാണ് മീസോസോം. വിളിക്കുന്ന പേര് മീസോസോം. അപ്പം എന്താണ് മീസോസോം? പ്ലാസ്മ മെമ്പറൈനിൽ കാണപ്പെടുന്ന ചില ഇൻഫോൾഡിങ്സിനെ, മടക്കുകളെ അല്ലെങ്കിൽ എക്സ്റ്റൻഷനുകളെ അറിയപ്പെടുന്ന പേരാണ് മീസോസോം. അപ്പോൾ വാട്ട് ഈസ് മീസോസോം? വാട്ട് ഈസ് ദിസ് ഈസ് എ കാർ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. പ്രോക്യാരിയോട്ടിക് സെല്ലിൻ്റെ പ്ലാസ്മ മെമ്പറൈനിൽ ചില എക്സ്റ്റൻഷനുകൾ ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരെന്താണ്? അപ്പോൾ മക്കളുമാർ എഴുതി വെക്കണം മീസോസോം. മീസോസോമിൻ്റെ ഫംഗ്ഷൻ എന്താണ് മക്കളെ? ഇറ്റ് ഇൻക്രീസസ് സർഫസ് ഏരിയ കൂട്ടും. റേറ്റ് ഓഫ് റെസ്പിറേഷൻ്റെ റേറ്റ് കൂട്ടും. ഹെൽപ്സ് ഇൻ സെക്രീഷന് സഹായിക്കും. ഹെൽപ്സ് ഇൻ സെൽവാൾ സെൽവാളിൻ്റെ ഫോർമേഷന് സഹായിക്കും. ഇത് ഹെൽപ്സ് ഇൻ DNA റെപ്ലിക്കേഷൻ, DNA കോപ്പി ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ഇതൊക്കെ മീസോസോമിൻ്റെ ഫംഗ്ഷനുകളാണ്, പഠിച്ചു വെച്ചോ. ഇൻക്രീസസ് സർഫസ് ഏരിയ, ഇൻക്രീസസ് റേറ്റ് ഓഫ് റെസ്പിറേഷൻ, സെൽവാൾ ഫോർമേഷൻ, സെക്രീഷൻ, DNA റെപ്ലിക്കേഷൻ. മീസോസോമിൻ്റെ ഫംഗ്ഷൻ ഒരുപാട് തവണ ചോദിച്ചു. മക്കളെ, റൈബോസോം എന്താണ്? മക്കളെ, പ്രോക്യാരിയോട്ടിക് സെല്ലിലും യൂക്യാരിയോട്ടിക് സെല്ലിലുമുള്ള ഏക സെൽ ഓർഗനാണ് റൈബോസോം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഹൂ ഫസ്റ്റ് ഒബ്സർവ്ഡ് റൈബോസോമാരായിട്ട് ഒബ്സർവ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താണ്? ജോർജ് പാലേറ്റ്. അപ്പോൾ റൈബോസോം വാസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ബൈ ജോർജ് പാലേറ്റ്. ഇറ്റ് ഈസ് നോട്ട് സറൗണ്ടഡ് ബൈ എനി മെമ്പറൈൻ. മക്കളെ, മെമ്പറൈൻ ഇല്ലാത്ത സെൽ ഓർഗനാണ് ഏത്? റൈബോസോം. അപ്പോൾ പ്രോക്യാരിയോട്ടിക് സെല്ലിലും യൂക്യാരിയോട്ടിക് സെല്ലിലും കാണപ്പെടുന്നത് റൈബോസോം. മെമ്പറൈൻ ഇല്ലാത്തത് റൈബോസോം. ജോലി പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുക. ആരെ ഉണ്ടാക്കുക? പ്രോട്ടീൻ. നിർമ്മിച്ചിരിക്കുന്നത് RNA കൊണ്ടും പ്രോട്ടീൻ കൊണ്ടും. എന്തൊക്കെ കൊണ്ട്? RNA കൊണ്ടും പ്രോട്ടീൻ. മക്കളെ, പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു കൂട്ടം റൈബോസോം mRNA ആയിട്ട് ചേർന്ന് കാണപ്പെടും. വിളിക്കുന്ന പേരാണ് പോളിസോം ഓർ പോളിറൈബോസോം. അപ്പോൾ എൻ്റെ കൈ mRNA ആണെങ്കിൽ, എൻ്റെ കൈവിരലുകൾ റൈബോസോം ആണെങ്കിൽ 5 റൈബോസോം. പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് ഈ റൈബോസോം ഈ പെന്നായ mRNA ആയിട്ട് ഇങ്ങനെ ചേർന്ന് അറ്റാച്ച് ചെയ്ത് കാണപ്പെടും. ഇങ്ങനെ കാണപ്പെടുകയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിസോം ഓർ പോളിറൈബോസം. അപ്പോൾ പ്രോട്ടീനെ പ്രോട്ടീനെ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് റൈബോസോം ആരുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നു? mRNA. വിളിക്കുന്ന പേരാണ് പോളിസോം ഓർ പോളിറൈബോസം. മക്കളെ, അടുത്ത നമ്മൾ യൂക്യാരിയോട്ടിക് സെല്ലിലേക്കാണ് പോകും. അവിടെ പ്ലാസ്മ മെമ്പറൈനാണ് പഠിക്കാനുണ്ട്. പ്ലാസ്മ മെമ്പറൈൻ്റെ ഒരു മോഡൽ പഠിക്കാനുണ്ട്, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഒരു ഫിഗർ ടെക്സ്റ്റിലുണ്ട്, നോക്കിക്കോണം. ആരാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രപ്പോസ് ചെയ്തത്? നിക്കോൾസണും സിംഗറും. എന്താണ് ഈ മോഡൽ പറയുന്നത്? ഈ മോഡൽ പറയുന്നത് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അനുസരിച്ച് പ്ലാസ്മ മെമ്പറൈൻ നിർമ്മിച്ചിരിക്കുന്നത് ലിപ്പിഡ് ബൈലേഴ്സ് കൊണ്ടും പ്രോട്ടീൻ കൊണ്ടുമാണ്. ലിപ്പിഡ് ബൈലേഴ്സിന് പ്രത്യേകത ഹെഡും ഉണ്ട്, ടെയിലും ഉണ്ട്. ഹെഡ് ഹൈഡ്രോഫിലിക്കാണ്, ടെയിൽ ഹൈഡ്രോഫോബിക്കാണ്. പ്രോട്ടീൻ 2 തരത്തിലാണ്. അകത്ത് കാണപ്പെടുന്ന പ്രോട്ടീൻ ഇൻ്റഗ്രൽ, പുറത്ത് കാണപ്പെടുന്നത് പെരിഫറൽ. അത്രയേ ഉള്ളൂ. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രപ്പോസ് ചെയ്തത് നിക്കോൾസണും സിംഗറും. ഈ മോഡൽ അനുസരിച്ച് പ്ലാസ്മ മെമ്പറൈൻ നിർമ്മിച്ചിരിക്കുന്നത് ലിപ്പിഡ് ബൈലേഴ്സ് കൊണ്ടും പ്രോട്ടീൻ കൊണ്ടും. ലിപ്പിഡ് ബൈലേഴ്സിന് ഹെഡും ഉണ്ട്, ടെയിലും ഉണ്ട്. ഹെഡ് ഹൈഡ്രോഫിലിക്കാണ്, ടെയിൽ ഹൈഡ്രോഫോബിക്കാണ്. പ്രോട്ടീൻ 2 തരത്തിലാണ്. അകത്ത് കാണപ്പെടുന്ന ഇൻ്റഗ്രൽ, പുറത്ത് കാണപ്പെടുന്നത് പെരിഫറൽ. മക്കളെ, അടുത്ത നിങ്ങൾ പഠിക്കേണ്ടത് ഫങ്ഷൻസ് ഓഫ് സെൽവാൾ. സെൽവാളിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്? മക്കളെ, ഇറ്റ് ഗിവ്സ് എ ഡെഫിനിറ്റ് ഷേപ്പ്. സെല്ലിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് കൊടുക്കുന്നത് ആരാണ് മക്കളെ? സെൽവാളാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ സെൽ ടു സെൽ ഇൻ്ററാക്ഷൻ. 2 സെല്ലുകൾ തമ്മിൽ ഇൻ്ററാക്ട് ചെയ്യാൻ സഹായിക്കുന്നത് സെൽവാളാണ്. ഇറ്റ് പ്രൊട്ടക്റ്റ് സെൽ ഫ്രം മെക്കാനിക്കൽ ഡാമേജ് ആൻഡ് ഇൻഫെക്ഷൻ.
ഡാമേജിൽ നിന്ന്, ഇൻഫെക്ഷനിൽ നിന്നൊക്കെ സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സെൽ വാളാണ്. ഇതൊക്കെയാണ് സെൽ വാളിൻ്റെ ഫംഗ്ഷൻ. കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിനേഷന് ചോദിച്ച 2 മാർക്കിൻ്റെ ചോദ്യമാണ് സെൽ വാളിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്. ഓക്കെ മക്കളെ, അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലൂക്കോപ്ലാസ്റ്റ്. മക്കളെ, ലൂക്കോപ്ലാസ്റ്റിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അമൈലോപ്ലാസ്റ്റ്, എലായോപ്ലാസ്റ്റ്, അലീറോപ്ലാസ്റ്റ്. ലൂക്കോപ്ലാസ്റ്റ്, പ്ലാസ്റ്റിഡിനകത്താണ് ഇത് കാണപ്പെടുന്നത്, പ്ലാസ്റ്റിഡ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് നോക്കുമ്പോൾ പ്ലാസ്റ്റിഡ് എടുത്ത് വെക്കണം, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. അതിനകത്ത് ലൂക്കോപ്ലാസ്റ്റിനെ 3ആയിട്ട്, എന്താണ് അമൈലോപ്ലാസ്റ്റ്? ഇറ്റ് സ്റ്റോർ കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റിനെ സ്റ്റോർ ചെയ്യുന്നതാണ് അമൈലോപ്ലാസ്റ്റ്. പ്രോട്ടീനെ സ്റ്റോർ ചെയ്യുന്നതാണ് അലീറോപ്ലാസ്റ്റ്. ഫാറ്റിനെയും ഓയിലിനെ സ്റ്റോർ ചെയ്യുന്നതാണ് അലീറോപ്ലാസ്റ്റ്. മക്കളെ, അടുത്തതാണ് സ്ട്രക്ചർ ഓഫ് മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്. മൈറ്റോകോൺട്രിയയുടെയും ക്ലോറോപ്ലാസ്റ്റിൻ്റെയും ഫിഗറുണ്ട്, അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് വായിച്ച് വിട്ടേക്കണം. മൈറ്റോകോൺട്രിയയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉറപ്പായിട്ട് ചോദിക്കും. വൈ മൈറ്റോകോൺട്രിയ ഇസ് നോൺ ആസ് പവർ ഹൗസ് ഓഫ് സെൽ? എന്തുകൊണ്ടാണ് മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് സെൽ എന്നത്? ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസ്, ഡിസ്ട്രിബ്യൂട്ട്, സ്റ്റോർ എനർജി ഇൻ ദ ഫോം ഓഫ് ATP. ഒരുപാട് തവണ 1 മാർക്കിന് ചോദിച്ച ചോദ്യം. എന്തുകൊണ്ടാണ് മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് സെൽ എന്നറിയപ്പെടുന്നത്? ബിക്കോസ് ഇറ്റ് സ്റ്റോർസ്, പ്രൊഡ്യൂസ്, ഡിസ്ട്രിബ്യൂട്ട് എനർജി ഇൻ ദ ഫോം ഓഫ് ATP. എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് മൈറ്റോകോൺട്രിയ എന്തെന്നറിയപ്പെടുന്നത്? പവർ ഹൗസ് ഓഫ് സെൽ എന്നറിയപ്പെടുന്നത്. ഇനി മക്കളെ, ക്രോമസോം. ക്രോമസോമിൻ്റെ സ്ട്രക്ചർ നിങ്ങളുടെ പാഠത്തിൻ്റെ അവസാനം കിടപ്പുണ്ട്. ക്രോമസോമിൻ്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, 3 മാർക്കിന് പോയി. ക്രോമസോമിന് മുകളിലോട്ടും താഴോട്ടും എക്സ്റ്റൻഷൻ കാണും, വിളിക്കുന്ന പേര് ആംസ് എന്നാണ്. നടുക്കൊരു കൺസ്ട്രിക്റ്റഡ് റീജിയൻ കാണും, വിളിക്കുന്ന പേര് സെൻട്രോമിയർ എന്നാണ്. സെൻട്രോമിയറിൻ്റെ അകത്ത് ഡിസ്ക് ഷേപ്പ്ഡ് സ്ട്രക്ചർ കാണും, വിളിക്കുന്ന പേര് കൈനറ്റോകോർ എന്നാണ്. ക്രോമസോമിൻ്റെ ടിപ്പ് റീജിയനെ അറിയപ്പെടുന്ന പേര് ടീലോമിയർ എന്നാണ്. ഈ ക്രോമസോമിൻ്റെ മുകളിൽ, എല്ലാ ക്രോമസോമിലും കാണത്തില്ല, ക്രോമസോമിൻ്റെ മുകളിൽ നോബ് കണക്ക്, മുഴ കണക്കുള്ള സ്ട്രക്ചർ കാണും, വിളിക്കുന്ന പേര് സാറ്റലൈറ്റ് എന്നാണ്. സാറ്റലൈറ്റ് ഉള്ള ക്രോമസോമുകളെ വിളിക്കുന്ന പേര് സാറ്റ് ക്രോമസോം. അപ്പോൾ പടം എടുത്ത് വെച്ചെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ക്രോമസോമിൻ്റെ മുകളിലോട്ടും താഴോട്ടും ഉള്ള കൈ കണക്കുള്ള എക്സ്റ്റൻഷൻ ആംസ്. നടുക്കൊരു ചുരുങ്ങിയ റീജിയൻ ഉണ്ട്, സെൻട്രോമിയർ. സെൻട്രോമിയറിൻ്റെ അകത്ത് ഡിസ്ക് ഷേപ്പ്ഡ് സ്ട്രക്ചർ കൈനറ്റോകോർ. ടിപ്പ് റീജിയൻ ടീലോമിയർ. ഇനി എല്ലാ ക്രോമസോമിലും കാണത്തില്ല, ചില ക്രോമസോമുകളിൽ ഇങ്ങനെ മുഴ കണക്കുള്ള സ്ട്രക്ചർ കാണും, വിളിക്കുന്ന പേരാണ് സാറ്റലൈറ്റ്. മക്കളെ, ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് മെംബ്രെയിനുണ്ട്. ഈ മെംബ്രെയിൻ്റെ അകത്ത് പോറുകളുണ്ട്, വിളിക്കുന്ന പേര് ന്യൂക്ലിയർ പോർ. ഈ ന്യൂക്ലിയർ പോറും അതിൻ്റെ അകത്ത് ഡിസ്ക് ഷേപ്പ്ഡ് സ്ട്രക്ചറുണ്ട് ആനുലസ്. രണ്ടിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേര് പോർ കോംപ്ലക്സ് എന്ന്. ഈ പോർ കോംപ്ലക്സ് ആണ് ന്യൂക്ലിയസിൻ്റെ അകത്തേക്കും പുറത്തേക്കുമുള്ള മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ് ക്യാവിറ്റി വിളിക്കുന്ന പേര് ന്യൂക്ലിയോപ്ലാസം എന്നാണ്. ഈ ന്യൂക്ലിയോപ്ലാസത്തിൻ്റെ അകത്താണ് ന്യൂക്ലിയോലസും ക്രൊമാറ്റിൻ റെറ്റിക്കുലവും കാണുന്നത്. ക്രൊമാറ്റിൻ റെറ്റിക്കുലമാണ് ക്രോമസോമായിട്ട് മാറുന്നത്. അത് നമ്മൾ ക്രോമസോം പഠിച്ചു. ഇനി ന്യൂക്ലിയോലസ് എന്താണ്? സ്പെറിക്കൽ സ്ട്രക്ചറാണ് ന്യൂക്ലിയോലസ്. നിർമ്മിച്ചിരിക്കുന്ന RNA കൊണ്ടും പ്രോട്ടീൻ കൊണ്ടുമാണ്. പ്രധാനപ്പെട്ട ജോലി എന്താണ്? റൈബോസോമൽ RNA സിന്തസിസ് ആണ്. മക്കളെ, അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റൈബോസോം ഉള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ അറിയപ്പെടുന്ന പേര് റഫ്. റൈബോസോം ഇല്ലെങ്കിൽ സ്മൂത്ത്. റഫി വെച്ച് പ്രോട്ടീനെ ഉണ്ടാക്കും, സ്മൂത്തി വെച്ച് ലിപ്പിഡിനെ ഉണ്ടാക്കും. എന്താണ് 70S റൈബോസോം, എന്താണ് 80S റൈബോസോം? പ്രോക്യാരിയോട്ടിക് സെല്ലിൽ കാണപ്പെടുന്നതാണ് 70S, യൂക്യാരിയോട്ടിക് സെല്ലിലാണ് 80S. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോമസോം. ക്രോമസോമുകളെ പ്രധാനമായിട്ടും 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഓർഡർ അങ്ങ് പഠിച്ചോണം. മെറ്റാസെൻട്രിക്, സബ്മെറ്റാസെൻട്രിക്, ആക്രോസെൻട്രിക്, ടീലോസെൻട്രിക്. മെറ്റാസെൻട്രിക്, സബ്മെറ്റാസെൻട്രിക്, ആക്രോസെൻട്രിക്, ടീലോസെൻട്രിക്. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചു. മക്കളെ, സെൻട്രോമിയർ മിഡിലാണെങ്കിൽ മെറ്റാസെൻട്രിക്, നിയർ ദ മിഡിലാണെങ്കിൽ സബ്മെറ്റാസെൻട്രിക്, നിയർ ദ ടിപ്പാണെങ്കിൽ ആക്രോസെൻട്രിക്, ടിപ്പിലാണെങ്കിൽ ടീലോസെൻട്രിക്. 4 പടം കിടപ്പുണ്ട് ടെക്സ്റ്റിൽ. എക്സാക്റ്റ് മിഡിലാണെങ്കിൽ മെറ്റാസെൻട്രിക്, മിഡിലിന് അടുത്താണെങ്കിൽ സബ്മെറ്റാസെൻട്രിക്, ടിപ്പിനടുത്താണെങ്കിൽ ആക്രോസ്, ടിപ്പിലാണെങ്കിൽ ടീലോസെൻട്രിക്. ഇത്രയേ ഉള്ളൂ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. പറഞ്ഞ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിക്കൊണ്ടു പോവുക. 90% ക്വസ്റ്റ്യൻസ് ഇതിനകത്തായിരിക്കും. ഇത് പെട്ടെന്ന് നിങ്ങളുടെ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് നമുക്ക് സമയക്കുറവുകളുണ്ട്. നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷന് മുമ്പ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ബ്രൈറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ആയിരിക്കും. തൽക്കാലം നാളത്തെ എക്സാമിന് വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോവുക. പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക,
ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.